നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാനവരാശിക്ക് തന്നെ ഭീഷണിയാവുകയാണോ? ഇറാനെതിരെയുള്ള സൈനിക നടപടികൾ 3 ആഴ്ച കൂടി തുടരുമെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. യുദ്ധം US വിജയിച്ചു കഴിഞ്ഞുവെന്നും ഇറാനെ സൈനികമായി തകർത്തെന്നുമൊക്കെയാണ് ട്രംപ് അവകാശപ്പെടുന്നത്. അമേരിക്കയുമായി ധാരണയിലെത്താൻ തയ്യാറായില്ലെങ്കിൽ ഇറാനെ ശിലായുഗ സമാനമായ അവസ്ഥയിലേക്ക് എത്തിക്കുമെന്നും ട്രംപ് ഭീഷണി മുഴക്കുന്നുണ്ട്. ഇറാനിൽ ജനാധിപത്യമില്ലെന്നും അവിടെ പുതിയൊരു ഭരണക്രമം രൂപീകരിക്കാനാണ് എന്ന് പറഞ്ഞാണ് ട്രംപ് യുദ്ധം തുടങ്ങിയത്. അതേ ട്രംപ് തന്നെയാണ് ഇപ്പോൾ പറയുന്നത് ഇറാനെ ശിലായുഗ സമാനമായ അവസ്ഥയിലേക്ക് എത്തിക്കുമെന്ന്. എല്ലാവിധ മാനവരാശിയുടെ പുരോഗതിയെയും പിന്നോട്ടടിക്കുമെന്ന് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമെന്ന് സ്വയം അഭിമാനിക്കുന്ന രാജ്യത്തിൻ്റെ തലവൻ പറയുമ്പോൾ അതുകേട്ട് മിണ്ടാതെ നിൽക്കുകയാണ് ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളും സർവ്വ രാജ്യങ്ങളും എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു ഭാഗത്ത് ഇറാനിൽ നാവികസേനയെ പൂർണ്ണമായും തകർത്തു എന്ന് അവകാശപ്പെടുന്നു. ഇപ്പോഴും ഹോർമൂസ് കടലിടുക്ക് തുറക്കാൻ അതുവഴി ഗതാഗതം സുഗമമാക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല. മറ്റൊരു ഭാഗത്ത് ഇറാൻ്റെ വ്യോമസേന ഇനി ഇല്ല എന്നാണ് അവകാശപ്പെടുന്നത്. അത്രത്തോളം അതിനെ ഇല്ലാതെയാക്കി എന്ന് പറയുന്നു. 2000-ഓളം കിലോമീറ്റർ അകലെയുള്ള ഇസ്രയേലിലേക്ക് ഇപ്പോഴും ഇറാനിൽ നിന്ന് മിസൈലുകൾ പോകുന്നുണ്ട്. ചിലത് അവിടെ പതിക്കുന്നുണ്ട്, ചിലത് ആകാശത്ത് വെച്ച് തകർന്നു വീഴുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഈ ട്രംപിൻ്റെ അവകാശവാദങ്ങളൊക്കെയും. അതുപോലെയാണ് ട്രംപ് ഇപ്പോൾ യുദ്ധം വിജയിച്ചു കഴിഞ്ഞു എന്നുള്ള അവകാശവാദവും ഉന്നയിക്കുന്നത്. അപ്പോഴും ട്രംപിന് യുദ്ധം എങ്ങനെ അവസാനിപ്പിക്കണം എന്നറിയാത്ത ഒരു നേതാവിൻ്റെ മട്ടിലാണ് നിൽക്കുന്നത്. എന്തായാലും ട്രംപിൻ്റെ ഈ നീക്കങ്ങൾ മാനവരാശിക്ക് തന്നെ ഭീഷണിയാണോ എന്നുള്ള വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. ആദ്യ പ്രേക്ഷകനെ എത്തുന്നത് കുഞ്ഞഹമ്മദാണ് കോഴിക്കോട് നിന്നും. ശ്രീ കുഞ്ഞഹമ്മദ്, ഈ ട്രംപ് പറയുന്നത് യുദ്ധമെല്ലാം എന്നെ വിജയിച്ചു കഴിഞ്ഞു, എന്നാലും ഞങ്ങളൊരു 3 ആഴ്ച കൂടി ഇനി അവിടെ യുദ്ധം തുടരും എന്നൊക്കെയാണ് പറയുന്നത്. അവിടെ നാവികസേന തകർന്നു കഴിഞ്ഞു, വ്യോമസേനയാണെങ്കിൽ എന്നേ തകർന്നു കഴിഞ്ഞു, അവിടുത്തെ നേതാക്കളെ എല്ലാവരെയും വധിച്ചു കഴിഞ്ഞു, ഇനി അവിടെ നേതൃത്വമില്ല എന്നൊക്കെയാണ് പുള്ളി അവകാശപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ട്രംപിൻ്റെ ഭ്രാന്തൻ നടപടികൾ മാനവരാശിക്ക് തന്നെ ഭീഷണിയാണോ? നമസ്കാരം സാറേ. നമസ്കാരമുണ്ട്. ഈ ഇലക്ഷന്റെ മൂർജയ്ക്കത്തിൽ ഈ വിഷയം ചർച്ചക്കെടുത്ത താങ്കളുടെ ചാനലിനെ ഞാൻ ആദ്യമായിട്ട് അഭിവാദ്യം ചെയ്യാം. കാരണം മാനവരാശിക്ക് ഇത്രയും വലിയൊരു ഭീഷണിയുള്ള കാലം മുമ്പ് ഉണ്ടായിട്ടില്ല. ഇപ്പൊ കോഴിക്കോട് തന്നെ ജില്ലയിൽ തന്നെ നിരവധി ഹോട്ടലുകൾ പൂട്ടി 100 കണക്കിന് തൊഴിലാളികൾക്ക് ജോലി നഷ്ടമായി. ഈ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഇതെല്ലാം ചർച്ചക്കെടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും ഇപ്പൊ തെരഞ്ഞെടുപ്പിന്റെ ഗോതയിലാണ്. ജനങ്ങളെ മൊത്തം ബാധിക്കുന്ന പ്രശ്നം ഇത്. കണ്ടില്ലേ നിങ്ങൾ? ട്രംപ് ഒന്നൊന്നും മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുക. ഇന്ന് പറയുന്നല്ല ട്രംപ് നാളെ പറയുന്നത്, നാളെ പറയുന്നല്ല മറ്റന്നാൾ പറയുന്നത്. ഇത് ഏറ്റുപിടിക്കാൻ കുറച്ച് രാജ്യങ്ങൾ വേറെയുണ്ട്. ഇത് നിർത്തിക്കുന്നത് നമ്മളെ മഹാരാശി ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാവുന്ന എനിക്ക് പറയാനുള്ളത്. ശരിയാണ്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ് കുഞ്ഞഹമ്മദ്. ശ്രീ മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്നും. ശ്രീ മുഹമ്മദ്, യഥാർത്ഥത്തിൽ നേരത്തെ കുഞ്ഞഹമ്മദ് പറഞ്ഞൊരു നിർദ്ദേശം തന്നെയാണ് നമ്മുടെ രാജ്യത്തെ അടക്കം നേരിട്ട് ബാധിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മുടെ അടുക്കളയിലേക്കടക്കം എത്തിക്കൊണ്ടിരിക്കുന്ന ഈ യുദ്ധത്തെക്കുറിച്ച് യഥാർത്ഥത്തിൽ നമ്മുടെ രാഷ്ട്രീയ നേതാക്കളും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ ചർച്ച ചെയ്യേണ്ടതല്ലേ? നമസ്കാരമുണ്ട്. പിന്നെ ആദ്യത്തെ ആള് കുഞ്ഞമ്മ അശ്രമതി ശരിയാണ്. അപ്പോ ഇതിന്റെ ആകലിന്റെ മൊത്തത്തില് യുദ്ധം ഏറ്റെടുത്തിക്കണ നമ്മളെ ട്രംപാണ്. ഈ ട്രംപിനെ ആദ്യമായിട്ട് വേലിയാടുന്ന പശുവിന് കോലുകൊണ്ടാണ് മരണം എന്നുള്ളത് അയാളൊന്ന് ഓർക്കണം നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ യുദ്ധം, ഇവിടെയൊക്കെ വീട്ടിൽ എന്തുമാത്രം കഷ്ടപ്പാടായി ഇപ്പൊ അറിയോ. അത് ബുക്ക് ചെയ്യാ കിട്ടുമെന്ന് പറഞ്ഞു, പത്രത്തിൽ കൊടുക്കുമെന്ന് പറഞ്ഞു. ഗ്യാസ് ഇവിടെ കിട്ടണില്ല, വരുന്നില്ല. അവര് പറഞ്ഞു ഞങ്ങൾക്ക് എത്തിയെങ്കിലല്ലേ നിങ്ങൾക്ക് തരുള്ളൂ പറഞ്ഞു. ഇതൊക്കെ ഈ ഒരൊറ്റ മനുഷ്യനെ കൊണ്ടാണ് ഉണ്ടാവുന്നത്. ഓല് തമ്മിൽ തെറ്റിയത് അങ്ങനെയാണ്. ഇങ്ങനെ ഒത്തുതീർപ്പാക്കിയാണ്ട് അത് എത്രയും പെട്ടെന്ന് യുദ്ധം നിർത്തണം. ഞാൻ അന്നേ പറഞ്ഞ യുദ്ധം എന്ന് പറഞ്ഞാല് സർവനാശാണ്. ആ നാശാണ് ഇപ്പൊ നമ്മൾ കൊണ്ട്. ഇപ്പൊ അയാള് പറഞ്ഞു കോഴിക്കോട് കട പൂട്ടി, തൊഴിലാളികൾ എത്ര ആള് പട്ടിണിയായി, ഇവിടെ എത്ര ആൾക്ക് ബുദ്ധിമുട്ടായി. ഇവിടെ ചായക്ക് വിലയായി, പിന്നെ കടിക്ക് വിലയായി, പിന്നെ ഇവിടെ തൊഴിലിനൊക്കെ വിലയായി, പിന്നെ ഏറെക്കുറെ അവർക്ക് ഉണ്ടാക്കും ചെയ്യാം വില.
അത് ഇങ്ങനെയാണെന്നും പറയാം. നമ്മളൊക്കെ കൊടുത്ത അന്ന് 12 റുപ്യ 24 റുപ്യൊക്കെ ഒരു ചായയും കടിഞ്ഞ് ഞാൻ കുടിച്ചു. അതിന് ഇതുവരെ കൊടുത്തതിന് 20 റുപ്യായിരുന്നു. ഇതൊക്കെ ഈ ചെങ്ങായിനെ കൊണ്ട് ഇടങ്ങാറാണ്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നാട്ടിലൊരു ചായ കുടിക്കണമെങ്കിൽ ഇതുവരെ 10 രൂപയ്ക്ക് ചായ കുടിക്കുന്നെങ്കിൽ ഇനി 12 രൂപയ്ക്ക് ചായ കുടിക്കേണ്ട അവസ്ഥയിലേക്ക് നാട്ടുകാരെ എത്തിച്ചിരിക്കുന്നതും ഈ ട്രംപിന്റെ വിക്രിയകൾ തന്നെയാണ്. ശ്രീ ചന്ദ്രൻ നായരാണ് തിരുവനന്തപുരത്ത്. ശ്രീ ചന്ദ്രൻ നായർ, യഥാർത്ഥത്തിൽ ഈ ട്രംപ് എന്ന അമേരിക്കൻ പ്രസിഡന്റിന്റെ ഇത്തരം ഭ്രാന്തമായ നീക്കങ്ങൾ മാനവരാശിക്ക് തന്നെ ഭീഷണിയാണോ? കിരൺ സാർ, 3 ആഴ്ച മുമ്പും ഈ ട്രംപ് പറഞ്ഞിരുന്നതാണ്. ആ 3 ആഴ്ച കഴിഞ്ഞിപ്പം മാസങ്ങളായി. ഇപ്പൊ എന്താ വെച്ചാൽ ഇന്ത്യക്കകത്ത് ദാരിദ്ര്യം ഉണ്ടാകുന്നുള്ള സ്റ്റേജ് വരെ വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ഗവൺമെന്റ് 3 ആഴ്ചത്തെ റേഷൻ ഒന്നിച്ചു കൊടുക്കാൻ പറഞ്ഞു. അത് സ്റ്റേറ്റ് ഗവൺമെന്റ് പറഞ്ഞേക്കുന്നതെന്ന് വെച്ചാൽ 2 ആഴ്ചത്തെ റേഷൻ ഒന്നിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള സംവിധാനമേ നമുക്കിവിടെ ഉള്ളൂ. റേഷൻ കടകളിൽ 3 ആഴ്ചത്തെ അരി സ്റ്റോക്ക് ചെയ്യാനായിട്ടുള്ള സംവിധാനമില്ല. അപ്പൊ നമ്മളെ ഇന്ത്യക്കകത്ത് ഈ യുദ്ധത്തിന്റെ അലേടികൾ കാര്യമായിട്ട് എത്തിക്കഴിഞ്ഞു. അതിന്റെ പ്രധാന തെളിവാണ് 3 ആഴ്ചത്തെ റേഷൻ നമ്മളെ ഇന്ത്യ മഹാരാജ്യത്തുള്ള ജനങ്ങൾക്ക് കൊടുക്കാനായിട്ട് പറഞ്ഞേക്കുന്നത്. ഏതായാലും യുദ്ധം ഇനി നീണ്ടു പോകുന്നതിൽ വളരെയേറെ ബുദ്ധിമുട്ട് വരുന്നു. സാറ് 12 രൂപയുടെ കാര്യം പറഞ്ഞല്ലോ. സാർ, 12 രൂപയ്ക്ക് ചായ ഇന്ന് കുടിച്ച ആളാണ് ഞാൻ. വടയ്ക്കും ആ ചായക്കും 2 രൂപയോളം വർദ്ധിച്ചു കഴിഞ്ഞു സാർ. ശരി, താങ്കളുടെ അഭിപ്രായം അങ്ങനെയാണ്. ശ്രീ സിദ്ധനാണ് ആലപ്പുഴയിൽ നിന്ന്. ശ്രീ സിദ്ധൻ, യഥാർത്ഥത്തിൽ ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയുടെ തെറ്റായ നയങ്ങൾ അല്ലെങ്കിൽ തെറ്റായ തീരുമാനങ്ങൾ ലോകത്തെ ആകമാനം ഇപ്പോൾ ആശങ്കയിൽ കൊണ്ടെത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, നമസ്കാരം സാർ. ഞാൻ ഈ വിഷയത്തെ സംബന്ധിച്ച് ഇപ്പൊ 2-3 പ്രാവശ്യം ന്യൂസ് സൈറ്റിൽ തന്നെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. കാരണം ഇത് നമ്മള് നേരത്തെ ഈ യുദ്ധം തുടങ്ങുന്ന സമയത്ത്, യുദ്ധം തുടങ്ങിയതിന് ശേഷവും ആശങ്കപ്പെട്ടതുപോലെ തന്നെയാണ് ഇപ്പൊ കാര്യങ്ങൾ നീങ്ങുന്നത്. കാരണം ട്രംപ് വിചാരിച്ചാലും യുദ്ധം നിർത്താത്ത രീതിയിൽ ആണ് ഒരു രാജ്യത്തെ അവരുടെ പരമാധികാരത്തെയും അവരുടെ രാജ്യത്തിന്റെ പരമോന്നതരായ നേതാക്കളെയും അടക്കം നശിപ്പിച്ചതിന് ശേഷം യുദ്ധം ട്രംപ് നിർത്തുന്നു എന്ന് പറഞ്ഞെന്നാലും ഒരു രാജ്യത്തിന്റെ മുഴുവൻ സാമ്പത്തിക വ്യവസ്ഥയെയും നശിപ്പിക്കുന്ന രീതിയിലേക്കും അതുപോലെ തന്നെ ആ യുദ്ധത്തിന്റെ കെടുതി ഒരു രാജ്യത്ത് മാത്രമല്ല ഇന്ത്യയടക്കം. ഇന്ത്യയിൽ ഞാൻ അന്നും പറഞ്ഞാണ് 1 കോടി ജനങ്ങളുണ്ടെന്നാണ് അവിടെ ഗൾഫ് മേഖലയിൽ തൊഴിൽ ചെയ്യുന്നുണ്ടെന്നാണ് ഇന്ത്യ ഗവൺമെന്റിന്റെ തന്നെ കണക്ക്. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഇവിടങ്ങളിൽ നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് തന്നെ അല്ലെങ്കിൽ ടൗൺ പ്രദേശത്ത് തന്നെ ഹോട്ടലുകളെല്ലാം പൂട്ടിയിട്ടിരിക്കും. ഈ ട്രംപ് യുദ്ധക്കൊതിയാണ് എന്നുള്ളത് ട്രംപ് അന്ന് അമേരിക്കൻ പ്രസിഡന്റായിട്ട് മത്സരിക്കുന്ന സമയത്ത് തന്നെ ആ രാജ്യത്തുള്ള ഒരു തന്നെ ന്യൂനപക്ഷ വിഭാഗമായിരിക്കും ഒരു പക്ഷേ ചിലപ്പോൾ അവിടുത്തെ ഈ ട്രംപ് എതിരാളികൾ അവര് തന്നെ ഈ ട്രംപിന്റെ നിലപാടുകൾ യുദ്ധത്തിന്റെ വക്കിലേക്ക് രാജ്യങ്ങൾ ഇറാൻ അല്ലെങ്കിൽ മറ്റൊരു രാജ്യം, അതാണ് അമേരിക്കയുടെ ഒരു സമീപനം. അമേരിക്ക മൊത്തത്തിലുള്ള അല്ല, ഈ ഭരണത്തിൽ ട്രംപ് വന്നപ്പോൾ തന്നെ ഈ ഏതെങ്കിലും ഒരു രാജ്യത്ത് കടന്നുകയറ്റം ഉണ്ടാക്കിയും യുദ്ധത്തിന്റെ രീതിയിൽ അയാൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. പക്ഷെ മുമ്പൊക്കെ ആണെങ്കിൽ ഐക്യരാഷ്ട്രസഭയും അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളും ശക്തമായ നിലപാടുകൾ എടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുമായിരുന്നു. പക്ഷെ ഇന്ന് ആ രീതിയിലുള്ള ഒരു ഇടപെടലുകൾ വരുന്നില്ല. കാരണം സോവിയറ്റ് യൂണിയനൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഒരു പ്രത്യേക രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടാവുമായിരുന്നു. അതൊരു പരിധിവരെ അമേരിക്ക നിയന്ത്രിച്ച് നിർത്താനും കഴിയും. നിലപാട് വളരെ ശരിയാണ്. അത്തരത്തിൽ ഇടപെടലുകൾ ഉണ്ടാവുന്നില്ല. ശ്രീ ദിവാകരനാണ് തലശ്ശേരിയിൽ നിന്ന്. ശ്രീ ദിവാകരൻ, ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി ലോകത്തിന് തന്നെ ഭീഷണിയാവുമ്പോൾ പ്രധാനപ്പെട്ട രാജ്യങ്ങളൊക്കെയും അതിനെ തടയേണ്ടതാണ്, ഐക്യരാഷ്ട്രസഭയടക്കം തടയേണ്ടതാണ്. പക്ഷെ അവരെല്ലാവരും മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് അവരെ വിവരക്കേട്. എപ്പം യൂണിറ്റി സ്ട്രെങ്ത് അല്ലേ സാറേ? അതായത് ഐക്യരാഷ്ട്രസഭയും പിന്നെ സുപ്രീം കോടതി എന്തിനാ പിന്നെ നോക്കുകുത്തിയായിട്ട് നിന്നിന്? എത്രയാ നാശം സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും. സാർ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ മാനവരാശിക്ക് ലോകം എറൗണ്ട് ദ വേൾഡിലെ എല്ലാവർക്കും അത് ആ ബുദ്ധിമുട്ട് വന്നു ചേർന്നില്ല. 2 മുട്ടനാട്ടിനാക്കും പിന്നെ തമ്മാമൽ അടുപ്പിച്ചിട്ട് അതിന്റെ ഇറച്ചിയും ചോരയും കുടിക്കുന്ന രീതിയില ആ ട്രംപ് എന്ന് പറഞ്ഞ മനുഷ്യമൃഗാറ്റാത്. അത് അതിനൊരു ഇന്നത്തെ പോലെ ഓന്തിനെ പോലെ അന്നേരം അതെല്ലാം അടക്കി നിർത്തണ്ടേ? എന്തിനാ ലോകത്തിലെ എത്ര ബുദ്ധിമാന്മാരായിട്ടുള്ള അതിന്റെ സ്ട്രോങ് ആയിട്ടുള്ള പവറുള്ള എത്ര ആൾക്കാരുണ്ട്? അതിന് നിർത്തണ്ടേ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യൂണിറ്റി സ്ട്രെങ്ത് അല്ലേ സാറേ? എത്രയാക്കാ വിഷമം. ഇനിയിപ്പം ഇത് വന്നു, ഇനി എന്തെല്ലാം വില ഇരട്ടിക്കരട്ടിക്കറ്റ്. സെക്കൻഡ് വേൾഡ് വാറിന്റെ 1945 സ്ഥിതിയും പിന്നെ നമ്മളെ ഇന്ത്യയും പാകിസ്ഥാനും പിന്നെ ചൈനയും തമ്മിലുള്ള യുദ്ധത്തിൽ തന്നെ എത്രയാ അന്നേരവും നഷ്ടം. ഒരു യുദ്ധം വേണ്ട, പക്ഷെങ്കിൽ ഇവർ തമ്മാമൽ അടിവെക്കാം. വേറെ രാജ്യമല്ലേ, നമ്മക്കെന്താ പഠിക്കും? ഇപ്പൊ എല്ലാത്തിനും തിരിഞ്ഞ്
സാറ് നേരത്തെ പറഞ്ഞ പോലെ മാനവരാശിക്ക് എല്ലാത്തിനും വിഷമം വന്നു. ഓക്കെ സാർ, ഓൾ ദ ബെസ്റ്റ്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്നും. ശ്രീ ബാലകൃഷ്ണൻ, വീണ്ടും 3 ആഴ്ച കൂടി യുദ്ധം തുടരുമെന്നും ഞാൻ യുദ്ധം വിജയിച്ചു കഴിഞ്ഞുവെന്നൊക്കെയാണ് ട്രംപ് അവകാശപ്പെടുന്നത്. ട്രംപിന്റെ അവകാശവാദങ്ങളൊക്കെ പൊള്ളയാണെന്ന് തിരിച്ചറിയാൻ സാമാന്യ ബുദ്ധി മാത്രം മതി. അപ്പോൾ ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളൊക്കെയും ഈ ട്രംപിന്റെ അവകാശവാദങ്ങൾക്ക് മുന്നിൽ മിണ്ടാതെ നിൽക്കുകയാണ്. എന്തായിരിക്കും അതിന് കാരണം? ശ്രീ ബാലകൃഷ്ണന്റെ ടെലിഫോൺ തടസ്സപ്പെടുന്നു തോന്നുന്നു. ശ്രീ പീതാംബരനാണ്, പറഞ്ഞോളൂ. ഹലോ, നമസ്കാരം ശ്രീ പീതാംബരൻ, പറഞ്ഞോളൂ. അതെ അത് കുറെ കാലങ്ങളായി പറയുന്നു അമേരിക്കയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ശക്തി എന്നുള്ളത്. അവർക്ക് അങ്ങനെ പറഞ്ഞ് അവരെ പൂക്കിക്കൊണ്ട് നടക്കുന്ന കുറെ രാഷ്ട്രങ്ങളും ഉണ്ടായിരുന്നു. ഇന്നിപ്പോ ഐക്യരാഷ്ട്രസഭ ഉണ്ടാതിരിക്കുന്നതിന്റെ കാരണം ഈ ഒരു പൊങ്ങച്ചക്കാരനായ ഈ ഒരു ഭരണാധികാരി ഈ അമേരിക്കയെ തകർത്തുകൊണ്ടിരിക്കുകയല്ലേ. എന്താണ് ഇയാൾ കാണിച്ചു കൂട്ടുന്നത്? എല്ലാം ഞാൻ പറഞ്ഞിട്ടാണെന്നാ പറയുന്നത്. ഇപ്പൊ നമ്മളിവിടെ ഇന്ത്യ ഒരു തീരുമാനം എടുത്തപ്പോൾ അവിടെ നിന്ന് അദ്ദേഹം പറഞ്ഞത് എന്താണ്? അത് ഞാൻ പറഞ്ഞിട്ടാണ്. ഇപ്പൊ യുദ്ധം നിർത്താൻ ആഹ്വാനം ചെയ്തിട്ട് പറഞ്ഞത് അവര് പറഞ്ഞിട്ടാണ്, ഇവര് പറഞ്ഞിട്ടാണ്, അല്ല മറ്റുള്ള രാഷ്ട്രങ്ങൾ പറഞ്ഞിട്ട് അല്ല. എനിക്ക് തോന്നുന്നത് ഐക്യരാഷ്ട്രസഭ ഇതിന് ഇടപെടാത്തതിന്റെ കാര്യം ഇയാളെ എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് അടിച്ച് തീരട്ടെ എന്ന് കരുതിയായിരിക്കും ചിലപ്പോ. ഇപ്പൊ നടുക്കട്ടിരിക്കുന്നത് പിടക്കുന്ന ഒരു അവസ്ഥയിലാണ് ട്രംപ്. എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ മറ്റുള്ള രാജ്യങ്ങളുടെ കാല് പിടിക്കുന്നതിന് തുല്യമാണ് ഇപ്പൊ പറഞ്ഞിട്ടിരിക്കുന്നത്. വെടി നിർത്താൻ ആഹ്വാനം ചെയ്യാൻ അവരോട് പറ എന്ന് പറയുന്നത്. എന്റെ അഭിപ്രായത്തിൽ അടിച്ച് തീർന്ന് ഈ സാധനത്തിൽ ഒതുക്കാനായിരിക്കും ചിലപ്പോൾ അവരുടെ ശ്രമം എന്നാണ് എന്റെ അഭിപ്രായം. എല്ലാ രാജ്യങ്ങൾക്കും അത് ഇപ്പൊ വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്നു. ഇയാൾ ഒറ്റ ആളാണ് കാരണക്കാരൻ. അതുകൊണ്ടാണ് അതിനെ നശിപ്പിക്കാനായിരിക്കും അവരിടപെടാത്തതെന്നാണ് എന്റെ ഒരു അഭിപ്രായം. അതായിരിക്കാം. ശരി, താങ്കളുടെ അഭിപ്രായം എന്തായാലും തികച്ചും വ്യത്യസ്തമായ ഒരു അഭിപ്രായമാണ്. പക്ഷെ അത് എത്രത്തോളം അതിൽ യാഥാർത്ഥ്യമാകുമെന്നുള്ള മറ്റു ചോദ്യം കൂടിയുണ്ട്. എങ്ങനെയും ഓരോരുത്തർക്കും ഓരോ തരത്തിലും ചിന്തിക്കാം. ശ്രീ സൂപ്പിയാണ് വെള്ളമുണ്ടയിൽ നിന്ന്. ശ്രീ സൂപ്പി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ട്രംപിനെ പോലെ ഒരാൾ മാനവരാശിക്ക് തന്നെ ഭീഷണിയാണോ ഇപ്പോൾ? നമസ്കാരം സാർ. നമസ്കാരം. കുറെ ആയി നിങ്ങളായിട്ട് സംസാരിക്കട്ടെ. ശരി, ഓക്കെ സൂപ്പി, പറഞ്ഞോളൂ. എന്റെ അഭിപ്രായത്തിൽ ട്രംപിനെ നിയന്ത്രിക്കാൻ വേണ്ടി മറ്റു രാഷ്ട്രങ്ങളൊക്കെ ഒഴിഞ്ഞു മാറുന്ന എന്ത് കാരണത്താലാണ്? കാരണം ഈ ട്രംപ് ഒരു കാരണവശാലും മുന്നോട്ട് പോകാൻ പാടില്ല എന്നുള്ളതാണ് മറ്റുള്ള രാഷ്ട്രങ്ങളുടെ നിലപാട്. പക്ഷെങ്കിൽ അദ്ദേഹം അമേരിക്കൻ പോലീസാവാൻ മറ്റാണ് നടക്കുന്നത്. ഈ അറബ് രാജ്യങ്ങളൊക്കെ പറയുന്നത് ട്രംപിനോട് ഈ യുദ്ധം നിർത്തി പോകാൻ പാടില്ലെന്നാണ്. അത് ഏത് കാരണത്താലും അറബ് രാജ്യങ്ങൾ ഇങ്ങനെ ട്രംപിന് അനുകൂലമായിട്ട് അറബ് രാജ്യങ്ങൾക്കെതിരെ വീണ്ടും ഈ ഇദ്ദേഹം ഇനി ഒരു കാലത്ത് എതിരാകുമെന്നാണ് എന്റെ ആലോചന. ശരി, ഹലോ, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ് ശ്രീ സൂപ്പി. ശ്രീ ബാബു ആണ് മലപ്പുറത്ത് നിന്ന്. ശ്രീ ബാബു, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ട്രംപിനെ പോലെ ഒരു ഭരണാധികാരി പെട്ടെന്നൊരു നാൾ യുദ്ധത്തിന് തുടക്കം കുറിക്കുന്നു നെതന്യാഹുവുമായി ചേർന്ന്, എന്നിട്ട് ഇപ്പോൾ എങ്ങനെയെങ്കിലും അത് അവസാനിപ്പിക്കാൻ കഴിയാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണോ ശരിക്കും ഈ അമേരിക്കയും ഇസ്രായേലും? ഹലോ, നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. അപ്പൊ ഇത് യുദ്ധം അവസാനിപ്പിക്കണമെന്നാണ് പറയണത്. ഇപ്പോൾ നമ്മളെ പെട്രോളിനൊക്കെ ഇപ്പോൾ വില കൂടിയിരിക്കുകയല്ലേ, ഡീസലിനും ഒക്കെ കൂടിയിരിക്കുകയല്ലേ, പിന്നെ ഗ്യാസിനും കുറെ പ്രശ്നങ്ങൾ നമ്മളെ കേരളത്തില്. ഹലോ, കേൾക്കുന്നുണ്ടോ? പറഞ്ഞോളൂ. ആ, കേൾക്കുന്നു. അപ്പൊ ഈ ശ്രീ അലാവുദ്ദീനാണ് പാലക്കാട് നിന്ന്. ശ്രീ അലാവുദ്ദീൻ, ഹലോ, നമസ്കാരം. സാർ നമസ്കാരം. നമസ്കാരം. ഓക്കെ, യുദ്ധത്തിന്റെ പറയാനേ പറഞ്ഞോളൂ. ദൈവത്തിന്റെ ശിക്ഷ കിട്ടും മറ്റേ അമേരിക്കയും ഇസ്രായേലും ഉറപ്പായിട്ട് 100%. അവരുടെ യുദ്ധം ബോംബ് വേണ്ട, ഒന്നും വേണ്ട. ദൈവത്തിൽ കാറ്റും തീയും വെള്ളം അത് തിരിച്ചടിക്കും. ദൈവം കൊടുക്കും ശിക്ഷ. ഇസ്രായേല് ഒരുപാട് കുട്ടികളെ പിടിച്ചു കൊന്നു നിൽക്കാൻ കഴിയില്ല. താങ്കളുടെ ഒരു ആഗ്രഹം താങ്കൾ പറഞ്ഞു. ശരി, ശ്രീ ജേക്കബാണ് വടക്കാഞ്ചേരിയിൽ നിന്നാണ്. ശ്രീ ജേക്കബ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഒരാൾ യുദ്ധത്തിന് വേണ്ടി യുദ്ധക്കൊതിപൂണ്ട് യുദ്ധം തുടങ്ങി വെക്കുന്നു. ഇപ്പോൾ എങ്ങനെ അവസാനിപ്പിക്കണമെന്ന് അറിയില്ല. പക്ഷേ ഇപ്പോഴും അദ്ദേഹം പറയുന്നത് ഇറാന്റെ നാവികസേനയെ തകർത്ത് കഴിഞ്ഞു, വ്യോമസേനയെ തകർത്ത് കഴിഞ്ഞു എന്നൊക്കെയാണ്. ഇപ്പോഴും ഹോർമൂസ് കടലിടുക്ക് ഇറാന്റെ നിയന്ത്രണത്തിൽ തന്നെയാണ്. ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് 10,000-2000 കിലോമീറ്റർ അകലെ കിടക്കുന്ന ഇസ്രായേലിലേക്ക് ഇറാൻ ബോംബ് മിസൈലുകൾ വർഷിക്കുകയും ചെയ്യുന്നുണ്ട്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഞാനൊരു എക്സ്-വെറ്ററൻ ആർമി ഓഫീസറാണ്. ശരി, ആർമി ഓഫീസർ ആയിരുന്നു അതോ ഇപ്പോഴും ആണോ? ഞാനൊരു ആർമി ഓഫീസറാണ്, റിട്ടയർഡ് ആയ വെറ്ററാണ്. ഓക്കെ. അപ്പൊ എനിക്ക് എന്റെ പരിചയ സമ്പന്നം വെച്ചിട്ട് നോക്കുമ്പോൾ ഓരോ രാജ്യത്തിനെയും നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ രാജ്യത്തിന് യാതൊരു സ്റ്റാൻഡും ഇതുവരെ എടുത്തിട്ടില്ല.
ഏതൊരു ഇറാന്റെ സൈഡിലോ അല്ലെങ്കിൽ അമേരിക്കയുടെ സൈഡിലോ എടുത്തിട്ടില്ല. നമ്മൾ ന്യൂട്രലായിട്ട് കളിക്കുകയാണ്. നമ്മളെ പൊളിറ്റിക്കൽ നമ്മുടെ ഗോളും മാത്രം നോക്കുന്നുള്ളൂ. പക്ഷെ ഇതിനകത്ത് പിന്നീട് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ നോക്കിയിട്ട് നമ്മൾ ഒരു സ്റ്റെപ്പ് എടുക്കുന്നില്ല. നമ്മൾ ശരിക്ക് ഒന്നോലോ ശരി എന്താണ് അല്ലെങ്കിൽ തെറ്റെന്താണെന്ന് ആദ്യം പറയേണ്ടതായിരുന്നു. അങ്ങനെ ഒരു ഗവൺമെന്റ് ഇപ്പം നമ്മുടെ അടുത്തില്ല. അവർ പറയുന്നത് ഇതാണ് ഡിപ്ലോമാറ്റിക്കൽ മൂവ്. ഡിപ്ലോമാറ്റിക്കൽ മൂവ് എപ്പോഴും സക്സസ് ആയിരിക്കണമെന്ന് അല്ല. ഡിപ്ലോമാറ്റിക്കൽ മൂവ് ഡിപ്ലോമാറ്റിക് മൂവ് എന്നൊക്കെ പലപ്പോഴും പറയപ്പെടും ശ്രീ ജേക്കബ്. യഥാർത്ഥത്തിൽ ഇത് ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയടക്കം നേരിട്ട് ബാധിക്കുന്നു. എന്തിന് ഇന്ത്യയിലെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരുടെ അടുക്കളയടക്കം ഇത് ബാധിച്ചു കഴിഞ്ഞു. പുറത്തിറങ്ങിയാൽ ചെറിയ ചെറിയ ചായക്കടകളൊക്കെ അടച്ചു പോകുന്ന അവസ്ഥയാണ്. വലിയ തുകയ്ക്ക് പണം ഇത് വാങ്ങാൻ കഴിയുന്നവർ മാത്രമേ ഇപ്പോഴും കടകളായി തുടരുന്നുള്ളൂ. ഇതിപ്പോ നമ്മൾ കമേഴ്ഷ്യലായിട്ട് പറയുന്നു. ഇപ്പൊ ഈ ഡിഫൻസിന്റെ ഉള്ളിൽ എടുത്താൽ പോലും നമ്മളെ അവിടെയുള്ള വണ്ടികൾ ഓടണമെങ്കിലും പെട്രോളും ഡീസലൊക്കെ വേണം. ഒരു ആർമഡിന്റെ ഒരു ടാങ്ക് മൂവ് ചെയ്യണമെങ്കിൽ ഒന്ന് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ 50 ലിറ്റർ ഡീസൽ വേണം. ഈ 50 ലിറ്റർ ഡീസൽ മേടിക്കാൻ പഴയ വിലക്ക് ഇപ്പൊ കിട്ടില്ല. അത് ഇനിയിപ്പോ ഇത് ചെരിഞ്ഞ് നമ്മളായിട്ട് അതിൽ ഇൻവോൾവ്മെന്റ് വരുമ്പോ നമ്മുടെ അടുത്ത് അതിനുള്ള സ്റ്റോക്കുകളൊന്നും ഇല്ല. നമ്മുടെ അടുത്ത് 4-5 ദിവസം ഒരു വാർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് ആംസും ഇല്ല, ആമിനേഷനും ഇല്ല. അങ്ങനത്തെ ഒരു രീതിയിലായിരുന്നു. ലോജിസ്റ്റിക് പോലും ഉണ്ടാവില്ല. പിന്നെ പല കാര്യങ്ങളും നമ്മൾ ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കുന്നില്ല. ഒരാവശ്യം വരുമ്പോൾ മാത്രമേ നമ്മൾ ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കുന്നുള്ളൂ. അപ്പൊ പല കാര്യങ്ങളും ആ സമയത്ത് ഡിഫോൾട്ട് കാണും. ഇപ്പൊ നമ്മൾ തന്നെ ഇപ്പൊ ഒരു ഹോട്ടലിൽ പവർ സപ്ലൈ ഉണ്ട്. കറണ്ട് പോയാൽ പവർ സപ്ലൈ വരും. അവരെ പവർ ബാങ്ക് തുറക്കുന്നു പറയും, ജനറേറ്റർ. പക്ഷെ വാസ്തവത്തിൽ ഒരു ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ലോഡ് വലിക്കുമോ? ഇല്ല. അത് എല്ലാ സ്ഥലത്തും അതിന് വീഴ്ചകളായിരിക്കും. ഒന്നോളം ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്യില്ല, അല്ലെങ്കിൽ അതിനകത്ത് ഡീസൽ ഉണ്ടാവില്ല, അല്ലെങ്കിൽ അതിനകത്ത് സപ്ലൈ ഉണ്ടാവില്ല. ഇതേ സ്ഥിതി തന്നെ എല്ലാ സ്ഥലത്തും. നമ്മളിതെല്ലാം ഒരു ഡെമോ പോലെ വെച്ചിരിക്കുകയാണ്. നമ്മളതിനെ എക്സസൈസ് ചെയ്യുന്നില്ല. നമ്മൾ ഡേ ടു ഡേ എക്സസൈസ് ചെയ്യാതെ നമ്മൾ വെറുതെ ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ അടുത്ത് ഇത്രയുണ്ട്, ഞങ്ങളുടെ അടുത്ത് ഇത്രയുണ്ട്. പിന്നെ ഈ യുദ്ധത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതിപ്പോ നമ്മളെ ബാധിക്കില്ല എന്നാണ് നമ്മൾ സ്വാഭാവികമായിട്ട് വിചാരിക്കുന്നത്. പക്ഷെ ഇത് 100% നമ്മളെ ബാധിക്കും. 100% നമ്മളെ ബാധിക്കും. നമ്മുടെ കുട്ടികളെ സ്കൂളിൽ പോകുന്നു, സ്കൂൾ ബസ്സിന് വരെ ഡീസലിന്റെ വില കൂടുമ്പോൾ കുട്ടികളെ സ്കൂൾ മുടക്കേണ്ടി വരുന്നില്ല. ഇതൊരുപാട് ഡെപ്ത് ആയിട്ട് പോകുന്ന കാര്യങ്ങളാണ്. പക്ഷെ ആരും ഇപ്പൊ എല്ലാം കുറിച്ച് മാത്രമേ പറയൂ. എന്തുകൊണ്ടാവും നമ്മുടെ സർക്കാർ ഇക്കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിക്കാതെ ഇരിക്കുന്നത്? ഈ ട്രംപിനോടുള്ള ഒരു വിധേയത്വം കൊണ്ടാണോ? അല്ല, ഇതിപ്പോ നോക്കൂ, നമുക്കൊരു പാർട്ടിയില്ല. ഞാനൊരു പാർട്ടിയിലും വിശ്വസിക്കാത്തുള്ളത്. എന്റെ പാർട്ടി പറഞ്ഞാൽ എന്റെ രാജ്യമാണ്. പക്ഷെ ഞാൻ പറയുന്നത് നമുക്ക് നട്ടലില്ല. ചില സ്ഥലങ്ങളിൽ നമ്മൾ നട്ടലോടുകൂടി പറയേണ്ട ചില സ്ഥലങ്ങളുണ്ട്. അവിടെയും നമ്മൾ വണങ്ങി ഭവിച്ചു നിൽക്കുകയാണ്. മറ്റുള്ളവരെന്ത് പറയും, മറ്റുള്ളവരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ അവരെ ഫണ്ട് പോവും, അല്ലെങ്കിൽ ഇവരുടെ PR-ന്റെ റേറ്റിംഗ് കുറയും, അല്ലെങ്കിൽ ഷോൾഡറിൽ തട്ടുന്ന ആ തട്ട് കുറയും. ഇതൊക്കെ അതിലൊന്നും കാര്യമില്ല. അതൊക്കെ അവർ സമയം വരുമ്പോൾ അവർ ഇംഗ്ലീഷുകാരാണ്, അവർ യൂറോപ്യൻസ്, US-കാര്. അവരൊക്കെ അവരുടെ സമയം വരുമ്പോൾ അവർ വിട്ടിട്ട് പോകും. അവരൊന്നും ആർക്കും വേണ്ടി നിൽക്കില്ല, സ്റ്റാൻഡ് ചെയ്യാവില്ല. അവർക്ക് വലുത് അവരുടെ രാജ്യം. പക്ഷെ നമുക്ക് നമ്മുടെ രാജ്യമല്ല വലുത്. നമുക്ക് വോട്ട് ബാങ്ക്, മറ്റത് കുറെ നാടകങ്ങളാണ് നമുക്ക് വേണ്ടത്. അതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ സ്റ്റാൻഡ് ആവണം. നമ്മൾ സ്റ്റാൻഡ് എന്തുകൊണ്ടാവണില്ല? 145 കോടി ജനങ്ങളുണ്ട്. ജനങ്ങൾ കൂടെ നിൽക്കും, സ്റ്റാൻഡ് ആവും. ഇനി ഇതിനും കൂടുതൽ ഇനി നമ്മൾ എന്താ സഫർ ചെയ്യാനുള്ളത്? എല്ലാം സഫർ ചെയ്ത് കഴിഞ്ഞില്ല. നമ്മളെ എല്ലാ സമയത്തും പരീക്ഷിക്കുമ്പോൾ നമ്മൾ ആ പരീക്ഷണങ്ങൾക്ക് നിന്നിട്ട് നമ്മൾ ഒരു കിലോമീറ്റർ പോലും ഉള്ളിലേക്ക് പോകാതെ തിരിച്ചു വരിക. നമ്മൾ പറയുന്നത് ഇത് ആഭിത്യ മര്യാദയാണ്, നമ്മൾ ഉള്ളിലേക്ക് പോവില്ല. അവരായിട്ട് വന്നവരെ നമ്മൾ ഓടിപ്പിക്കണം. എന്തിനു ഓടിപ്പിക്കണം? അവര് നമ്മുടെ ഉള്ളിൽ വന്നിരുന്നിട്ട് കിലോമീറ്റർ ഉള്ളിൽ വന്നിട്ട് ഇരുന്നിട്ട് നമ്മളെ ആളുകളെ കൊല്ലുമ്പോൾ നമ്മൾ എന്തിനാ അത് കണ്ടിട്ടിരിക്കണം? നമ്മളെ ഉള്ളിൽ കയറിയിട്ട് അടിക്കണം. അപ്പോഴല്ലേ വിവരം മനസ്സിലാവും. അല്ലാതെ നമ്മൾ ശ്രീ ഷാജു ജോൺ ആണ് തേവലക്കരയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ഷാജു ജോൺ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ട്രംപിനെ പോലെ ഒരാൾ ലോകത്തെ മനുഷ്യർക്കാകമാനം ഭീഷണിയായി നിൽക്കുകയാണോ ഇപ്പോൾ? തീർച്ചയായിട്ടും ട്രംപ് എന്ന് പറയുന്ന ഒരു ഭ്രാന്തനായ മനുഷ്യനായിട്ടാണ് ഞാൻ കാണുന്നത്. അയാളുടെ ഭ്രാന്തമായ ആശയങ്ങൾ ചുമ്മാ ഒരു രാജ്യത്തിനെ കയറി ആക്രമിക്കുക, അവിടുത്തെ ഭരിക്കുന്ന ആൾക്കാരെ കൊല്ലുക, ഇതൊക്കെ ജനാധിപത്യ വിരുദ്ധമായ കാര്യങ്ങളാണ്. ഇപ്പൊ ഇറാനെ ഞാൻ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നില്ല. അവിടെ ഉണ്ടാവും തീവ്രവാദങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നാൽ പോലും ജനാധിപത്യ വിരുദ്ധമായിട്ടൊരു രാജ്യത്തെ ആക്രമിക്കുക, അവിടുത്തെ ഭരണാധികാരികളെ കൊല്ലുക, എന്നിട്ട് എത്ര രാജ്യങ്ങൾ അത് അപലപിച്ചു. ഇപ്പോൾ സഖ്യകക്ഷികളായിട്ട് വന്നിരിക്കുന്ന മിഡിൽ ഈസ്റ്റ് കൺട്രീസിനെയൊക്കെ അബദ്ധത്തിൽ ചാടിച്ചിട്ട് പുള്ളി പറയുകയാണ് ഞാനങ്ങ് പോവുക, തിരിച്ച് യുദ്ധം നിർത്തിയത്. ഇനി ആ ഹോർമോസ് കടലിടുക്കിക്കൂടെ അങ്ങോട്ട് ഇതുപോലെ വാണിജ്യപരമായിട്ടുള്ള നീക്കങ്ങൾ എങ്ങനെ നടക്കും? ഇത് വെറും ഭ്രാന്തമായ ആശയമാണ്. അത് ഒരു രാജ്യത്തിന്റെ പേരിൽ പുള്ളി നടപ്പാക്കാൻ ശ്രമിക്കുന്നത് വളരെ ജനാധിപത്യ വിരുദ്ധമായ ഒരു കാര്യമാണ്. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ് ശ്രീ ഷാജു ജോൺ. നമുക്ക് മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, ശ്രീ
കുഞ്ഞമ്പു ആണോ? വയനാട് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ കുഞ്ഞമ്പു, വയനാട് എവിടെ നിന്നാണ് വിളിക്കുന്നത്? നമസ്കാരം, ഞാൻ അമ്പലവയലാണ്. അമ്പലവയലാണ്. ഓക്കെ. ശ്രീ കുഞ്ഞമ്പുവിന് എന്ത് തോന്നുന്നു? അമ്പലവയലിലടക്കം ഈ യുദ്ധത്തിന്റെ കെടുതികൾ ബാധിച്ചിട്ടുണ്ടോ? അമ്പലവയൽ ലോകം മൊത്തം ബാധിച്ചിട്ടുണ്ടല്ലോ. ശരി, അപ്പോൾ അങ്ങനെ ഒരു കെടുതി ബാധിച്ചിട്ടും ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളടക്കം അക്കാര്യത്തിൽ ഒരു സ്ട്രോങ് നിലപാട് സ്വീകരിക്കുന്നില്ല എന്നുള്ള ഒരു പരാതി ഉണ്ടോ? അല്ല, ഇതല്ലേ നമ്മൾ ചെറുപ്പം മുതൽ നമ്മൾ കേട്ടുവന്നല്ല, ലോക പോലീസാണല്ലോ അമേരിക്ക. ഈ അമേരിക്കയോട് ഈ പറഞ്ഞ പോലെ തന്നെ ഇവർക്കെല്ലാം ഒന്ന് പ്രതികരിക്കാനുള്ള തന്റെയോളം ധൈര്യമില്ലാത്തതുകൊണ്ടാണ് ഇത്രയും കാലം അമേരിക്ക ഈ കണ്ടീഷനിൽ പോയിരുന്നത്. ട്രംപിനെ സംബന്ധിച്ച് ട്രംപ് അവിടുത്തെ അമേരിക്കൻ സുപ്രീം കോടതി വിധി വരെ അംഗീകരിക്കാത്ത ഒരു ഭ്രാന്തനായ ഒരു ഭ്രാന്തൻ എന്ന് പറയാൻ പറ്റില്ല, അതിൽ കൂടുതൽ മോശമായ ഒരാളാണ് ട്രംപ്. അപ്പൊ ഈ സത്യത്തിൽ ഈ യുദ്ധം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചതാ. ഇപ്പൊ മറ്റേ കുരങ്ങ് പാമ്പിനെ പിടിച്ച പോലെ വിടാനും വയ്യ പിടിക്കാനും പറ്റാത്ത കണ്ടീഷനിൽ അപ്പോൾ ഉള്ളത്. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേലിന്റെ നിലനിൽപ്പിന് വേണ്ടി നെതന്യാഹുവിന് അവിടെ അല്ലെങ്കിൽ ഇവിടെ ഇപ്പം പലസ്തീൻ യുദ്ധം കഴിയുന്നതോടുകൂടി അവിടെ ഇലക്ഷൻ വരും. ആ ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ നെതന്യാഹു പുറത്തു പോകും. അപ്പൊ അത് ഇല്ലാതിരിക്കാൻ വേണ്ടി അടുത്ത പരിപാടി നോക്കിയാണ്. അതിൽ സത്യത്തിൽ ട്രംപ് ഒന്ന് വീണുപോയതാണ്. ട്രംപ് വീണെങ്കിൽ ട്രംപിന് ഇപ്പൊ സത്യത്തിൽ ഇപ്പൊ ഊരപ്പം ഇപ്പൊ ട്രംപ് പറയുന്നതും ഇസ്രായേൽ കേൾക്കാത്ത കണ്ടീഷനിലെ കാര്യങ്ങൾ വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഇപ്പൊ അറബ് രാജ്യങ്ങളാണെങ്കിലും അറബ് രാജ്യങ്ങൾ ഈ പറഞ്ഞ പോലെ മുമ്പ് അവര് യുദ്ധ സമയത്ത് അവർ പറഞ്ഞു അവരുടെ ഇത് വെച്ചിട്ട് അവർക്ക് അവിടെ നിന്ന് യുദ്ധം അമേരിക്കൻ പട്ടാളത്തിന് യുദ്ധം ചെയ്യാൻ പറ്റില്ല എന്നോ. പക്ഷേ ഇപ്പൊ ലാസ്റ്റ് നോക്കുമ്പം അതിന്റെ ബാക്കിലും അറബ് രാജ്യം സൗദി അറേബ്യ അതുപോലെ തന്നെ UAE ഒക്കെ അതിന്റെ ബാക്കിലുണ്ടെന്ന് ഇപ്പത്തെ അവരുടെ പ്രതികരണ യോഗം മനസ്സിലാവുന്നുണ്ട്. അത് സത്യത്തിൽ ഇത് 47 വർഷമായിട്ട് ഇറാനെതിരെ ഒരു ഉപരോധം ഏർപ്പെടുത്തിയിട്ട് ഒന്നുമല്ല. ഇപ്പൊ ഇവർ ധരിച്ചത് ഇറാനെ സംബന്ധിച്ചിടത്തോളം 47 വർഷമായിട്ട് ഒരു ഉപരോധം ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് ഒന്നും ഉണ്ടാവില്ല, അവർ മൊത്തത്തിൽ ഒന്നും ഇല്ലാത്തൊരു കണ്ടീഷൻ ആയിരിക്കും എന്ന് വിചാരിച്ചത്. പക്ഷേ ഇപ്പൊ യുദ്ധം തുടങ്ങിയപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് അവർ ഉദ്ദേശിച്ചല്ല അമേരിക്ക ഉള്ളത്. അമേരിക്ക ശക്തമായ രീതിയിലാണ് ഇപ്പൊ ഇറാൻ നിൽക്കുന്നത് എന്ന് അവർക്ക് മനസ്സിലായത്. പ്രത്യേകിച്ച് ചൈനയും അതേപോലെ തന്നെ റഷ്യയൊക്കെ എന്ത് വന്നാലും ശരി ഇനി ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇതൊരു 3ാം ലോക മഹായുദ്ധം മാറും. റഷ്യയും ചൈനയൊക്കെ എന്തായാലും ഇങ്ങനത്തെ ഇറങ്ങേണ്ടി വരും. കാരണം ചൈനയുടെയൊക്കെ ഏറ്റവും വലിയ അവിടെ സാമ്പത്തിക ഇതുള്ളതും അതുപോലെ തന്നെ ചൈനയ്ക്ക് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്കറിയാം ഇന്ധനം കാര്യങ്ങളും കൂടുതലൊക്കെ ഏറ്റവും കൂടുതലല്ല അവർക്ക് 90% കൂടുതലും കൊണ്ടുപോകുന്നത് ചൈനയാണ്. അപ്പൊ ഇറാൻ അതുപോലെ തന്നെ നമ്മൾ ഇന്ത്യയിൽ നിന്ന് നമ്മൾ ലക്ഷക്കണക്കിന് കോടി റുപ്യ അല്ലെങ്കിൽ ആയിരക്കണക്കിന് കോടി രൂപ അവിടെ മുടക്കിയിട്ടിട്ട് അതുപോലും നമ്മൾ അത്രയും പൈസ മുടക്കിയിട്ട് പോലും നമ്മളെ മോദി ഇസ്രായേലിൽ പോയി വന്ന അന്നാണ് അവിടെ എന്ത് ചെയ്യുന്നത്, അവിടെ കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ആയത്തുള്ള ഗമേൻ അടക്കം അന്ന് അമേരിക്ക കൊണ്ടുപോയി അവർ ബോംബിട്ട് കൊല്ലുന്നത്. അപ്പൊ നമ്മൾ സ്വാഭാവികം ചിന്തിക്കുന്ന വിചാരിക്കുക ഇസ്രായേൽ പ്രധാനമന്ത്രിയെ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി കാണുന്നു. തിരിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യയിൽ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അവിടെ യുദ്ധം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ പ്രധാനമന്ത്രി അടക്കം അറിഞ്ഞുകൊണ്ടായിരിക്കും യുദ്ധം നടക്കുന്നതാണ് സാമാന്യ. അങ്ങനെ പറയാൻ കഴിയില്ല ശ്രീ കുഞ്ഞമ്പു. അത് അത്ര ഒരു ഔദ്യോഗികമായി നമ്മുടെ പ്രധാനമന്ത്രി അവിടെ പോയി എന്ന് കരുതി പ്രധാനമന്ത്രി അറിഞ്ഞു കാണുമോ എന്നൊന്നും നമുക്കറിയില്ല. അല്ലല്ല, ഞാൻ പറഞ്ഞതല്ല, സാധാ ജനങ്ങൾ ചിന്തിക്കാനാ പറഞ്ഞേ. ജനങ്ങൾക്ക് ഇപ്പൊ അങ്ങനെയൊക്കെ ചിന്തിക്കാം. അറിയാത്തൊരു കാര്യം നമുക്ക് അങ്ങനെ ഉണ്ട്, തെളിവില്ലാത്തൊരു കാര്യം നമുക്ക് പറയാൻ കഴിയില്ല. തർക്കിക്കല്ല, ഞാൻ ഉദാഹരണം പറഞ്ഞ അതുമല്ല. ഇപ്പോഴും നമ്മൾ അവിടെ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടും അതിന് അപലപിക്കാൻ നമുക്ക് ആഴ്ചകൾ വേണ്ടി വന്നു. ശരി, ഓക്കെ. പ്രദീപാണ്. അത് അപലപിക്കൊന്നും ആയിരുന്നില്ല. നമ്മൾ വേറെ നമ്മുടെ ഇവിടെ വന്ന ഒരു കപ്പൽ തിരിച്ചു പോകുന്ന വഴിക്ക് അമേരിക്ക അടിച്ച് തകർത്തിട്ട് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അനുശോചനം രേഖപ്പെടുത്തിയത്. ശ്രീ പ്രദീപാണ് കോട്ടയത്ത് നിന്ന്. ശ്രീ പ്രദീപ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ട്രംപ് യഥാർത്ഥത്തിൽ ഈ മാനവരാശിക്ക് തന്നെ ഭീഷണിയാവുന്ന ഒരു ഭരണാധികാരിയായി മാറുകയാണോ? ഹലോ, നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. സാറേ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞില്ലേ ഈ പ്രാന്ത സാറേ. എന്നുവെച്ചാല് എന്തുമാത്രം ജനങ്ങളെ ബുദ്ധിമുട്ടൊന്നും ഈ അറിയേണ്ട കാര്യമില്ല. ഇതിൽ 10 ദിവസം വെടി നിർത്തും, 5 ദിവസം വെടി നിർത്തും, എന്നിട്ട് പിറ്റേ ദിവസം പൂക്കറ്റ് പോലെ ഇസ്രായേൽ കീഴ്ക്കുകയും ചെയ്യും. ഇത് നമ്മളല്ലേ അനുഭവിക്കേണ്ട സാറേ, ശരിയാണോ? അതെ, നമ്മൾ എന്തുമാത്രം ജനങ്ങളാണ് ബുദ്ധിമുട്ടുന്നത് സാറേ. ഈസ്റ്റർ പോലും പ്രമാണിച്ച് നമ്മൾ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുക. ഒരു ഗ്യാസ് ഇല്ല. ഇപ്പൊ ഈസ്റ്റർ കഴിയുമ്പോൾ കല്യാണങ്ങൾ വരും. എന്തുമാത്രം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചത്, ഗ്യാസ് പോലും കിട്ടാനില്ല. എന്നിട്ട് ഇവൻ പറയുന്നത് എന്തുവാ, ഇവന് 10 ദിവസം വെടി നിർത്താന്ന് പറഞ്ഞു, എന്നിട്ട് പല ദിവസം തന്നെ കീച്ചുവാ. ഇവന് പ്രാന്താ, അല്ല വേറൊന്നുമല്ല. ഇത് മറ്റുള്ള രാജ്യക്കാരൻ കൂട്ടു നിൽക്കുന്നു മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഒരു പാർട്ടി പറഞ്ഞു ഇന്ത്യ കൂട്ടുന്നു. ഇന്ത്യ എവിടെ സാറേ കൂട്ടുന്നത്? ഇസ്രായേലിൽ പോയിട്ട് പ്രധാനമന്ത്രി തിരിച്ചു വന്നപ്പോഴത്തേക്ക് ബോംബ് ഇട്ടു. അതൊക്കെ മണ്ടത്തരമല്ലേ പറയുന്നത്?
അതൊക്കെ വെറും മണ്ടത്തരവാ പറയുന്നത്. ഈ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇസ്രായേൽ പോയിട്ട് വന്നു, ഒരു രാജ്യത്ത് പോയിട്ട് വന്നു, അവര് പോകുമ്പോഴേ ഇന്ത്യൻ പ്രധാനമന്ത്രി ഉത്തരവാദിത്തം വഹിക്കുന്നത്. പറഞ്ഞിരുന്നു, നമുക്കറിയാത്ത ഒരു കാര്യം പറയുന്നത് ശരിയല്ല, നമുക്കറിയത്തില്ല. നമുക്ക് ഒരു ചെറിയ ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും യുദ്ധം ജയിച്ചു കഴിഞ്ഞുവെന്നും ഇറാന്റെ വ്യോമസേനയും ഇറാന്റെ നാവികസേനയെല്ലാം തകർത്തു കഴിഞ്ഞു, എന്നാലും ഞങ്ങൾ ഒരു 3 ആഴ്ച കൂടി യുദ്ധം തുടരുമെന്നൊക്കെയാണ് ട്രംപ് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ലോകത്തിന് തന്നെ ഭീഷണിയായി മാറുകയാണോ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്ന വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ശ്രീ മുഹമ്മദ് അലിയാണ് മാഹിയിൽ നിന്നും. ശ്രീ മുഹമ്മദ് അലി, താങ്കൾക്ക് പറയാം. അതായത് പിന്നെ ഈ യുദ്ധം ട്രംപ് ശരിക്കും ഇറാനെ പറ്റി മനസ്സിലാക്കിയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. കാരണം ഭൂമിപരമായിട്ട് ഇറാന്റെ വളരെ വ്യത്യസ്തമായ, ബാക്കിയുള്ള രാജ്യങ്ങൾ പോലല്ല, വളരെ വ്യത്യസ്തമായ ഒരു ഏരിയ ആണ് ഈ ഇറാൻ എന്ന് പറയുന്നത്. ഈ പെട്ടെന്ന് ഇറാനെ എന്താക്കാൻ പറ്റില്ല, ജയിച്ചെടുക്കാൻ പറ്റും എന്ന് തോന്നുന്നില്ല. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. അപ്പൊ ഇനിയിപ്പോ ട്രംപിന് ഇതിന്റെ മുമ്പിൽ ഇപ്പൊ ഒന്നേ ഉള്ളൂ, എന്താണെന്ന് വെച്ചാൽ ഇത് മധ്യസ്ഥം ആക്കി തീർക്കാന്നുള്ളതാണ്. എങ്ങനെങ്കിലും മധ്യസ്ഥം അത് തീർത്തിട്ട് കടിവെക്കാന്നുള്ളതാണ് ഇപ്പൊ മുമ്പിൽ നിൽക്കുന്നത്, ട്രംപിന്റെ മുമ്പിൽ ഉള്ള ഒരു അവസ്ഥ. ശരി, താങ്കളുടെ വാക്കുകൾ വളരെ വ്യക്തമാണ്. ശ്രീ മോഹനാണ് പാലക്കാട് നിന്ന്. ശ്രീ മോഹനൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ട്രംപിന്റെ നടപടികളെ സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യരൊക്കെയും വിലയിരുത്തുന്നത് ഏകദേശം ഒരുപോലെയാണെന്ന് തോന്നുന്നുണ്ടോ? ഹലോ, നമസ്കാരം, പറഞ്ഞോളൂ. നമസ്കാരം. ശരിക്കും പറഞ്ഞാൽ ഈ ട്രംപിന് ഭ്രാന്തെന്നല്ല പറയേണ്ടത്. എന്താ കരിമ്പും കാട്ടിൽ കാട്ടാന കയറുന്ന കാര്യം പറഞ്ഞില്ലേ, അതേ രീതിയാണ്. നമ്മൾ നാടിന് നല്ല, ലോകത്തിന് തന്നെ നാശമാണ് ഈ വ്യക്തി. അമേരിക്കക്കാർക്ക് പറ്റിയ ഏറ്റവും വലിയ ഒരു ബുദ്ധിമോശം എന്നാ പറയുക, എന്താ പറയുക, ലോകത്തിന് ഇങ്ങനൊരു വ്യക്തിയാണ് ശരിക്കും പറഞ്ഞാൽ കണ്ടത്. എനിക്കതേ പറയാനുള്ളൂ. ശരി, ശ്രീ ജോസഫാണ് മൈസൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ജോസഫ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇപ്പോൾ യഥാർത്ഥത്തിൽ ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയുടെ ഈ എടുത്തുചാട്ടവും അദ്ദേഹത്തിൻ്റെ യുദ്ധക്കൊതിയും ഒക്കെ ലോകത്തിന് തന്നെ ഭീഷണിയായി മാറുകയാണോ? ഗുഡ് ഈവനിങ് കിരൺ. ഗുഡ് ഈവനിങ്. ഇത് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. എനിക്കും അതേ അഭിപ്രായം തന്നെയാണ്. ഈ ഇദ്ദേഹത്തിന്റെ മാനസികതല തെറ്റിയതുപോലെ ഉള്ള പ്രവർത്തനമാണ്. വെനിസ്വേലയിലെ ഓയിൽ മുഴുവൻ കണ്ടുകൊണ്ട് അവിടുത്തെ പ്രസിഡന്റിനെ പിടിച്ച് പൊക്കിയെടുത്തോണ്ട് പോകുന്നു. ഇപ്പൊ പറയുന്നു അതും അമേരിക്കയുടെ ഇരിക്കുന്നതോട് കൂടിയാലേ റഷ്യയുടെയിലും മധ്യപ്രദേശത്തുള്ള ഓയിലിനെക്കാട്ടിൽ കൂടുതൽ ഗ്യാസ് ഓയിലും ഞങ്ങളുടെയിലുണ്ടെന്നും ഞങ്ങളിത് ലോകത്തിന് തരുമെന്നും അങ്ങനെ കുറെ പേര് ഇന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലെ രാജ്യത്തോട് അഭിസംബോധന പറയുന്നതായിട്ട് കേട്ടു. പക്ഷെ എനിക്ക് പറയാനുള്ള മറ്റൊന്നാണ്, നമ്മൾ ഈ ലോക വൻശക്തിയായിട്ട് നമ്മൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ പറയുന്നുണ്ട് സാമ്പത്തികമായിട്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ മാനസികമായിട്ട് നമ്മുടെ കഴിവുകളെ നമ്മൾ കാണിക്കേണ്ടതല്ലേ. ഇത് തികച്ചും ഈ യുദ്ധത്തിന്റെ തുടക്കത്തിൽ തന്നെ നമ്മുടെ സർക്കാര് ഇതിൽ ശക്തമായിട്ട് എതിർത്തിരുന്നെങ്കിൽ നമ്മോട് കൂടെ എതിർക്കാനായിട്ട് തന്നെ യൂറോപ്പിൽ ഫ്രാൻസ് ഇതിനെ അംഗീകരിക്കുന്നില്ല, ബ്രിട്ടൻ അംഗീകരിക്കുന്നില്ല, സ്പെയിൻ അംഗീകരിക്കുന്നില്ല, ഇറ്റലി അംഗീകരിക്കുന്നില്ല. അപ്പം നമ്മൾ ഈ ഏഷ്യ ഭാഗത്തു നിന്ന് നമ്മളൂടെ ഉയർന്നിരുന്നെങ്കിൽ ഒരു പക്ഷേങ്കിൽ ട്രംപ് ഇതിനു മുമ്പ് തന്നെ ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറിയനെ. നമ്മളിപ്പോ അനുഭവിക്കാൻ പോകുന്ന ഇപ്പൊ തന്നെ പെട്രോളിന്റെയും ഡീസലിന്റെയും വില എല്ലാ രാജ്യങ്ങളും, ഓസ്ട്രേലിയ എന്റെ മോളവിടെ ഉണ്ട്, അവള് പറയുന്നു അവിടെ ഇരട്ടിയായിരുന്നു ഫ്യൂൽ പ്രൈസ്. ഇതും ഈ ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പെട്രോളിന് വില ഒരു 125 130 രൂപയോ ആകുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു അതിശോക്തി എനിക്ക് തോന്നുന്നില്ല. അതുപോലെ ഗ്യാസിന്റെ ഒക്കെ വില കൂടും. അപ്പം ഇതൊരു ഭരണാധികാരികള് ചെയ്യേണ്ടത് അത് അവിടുത്തെ ജനങ്ങളെ പറ്റി നോക്കേണ്ടത്. അല്ലാതെ ഞാനൊരു ഭരണാധികാരി എന്നുള്ള എനിക്ക് ട്രംപിന് ഫ്രണ്ടാണ് എന്ന് ട്രംപ് പറയുന്നു, ഞാൻ മോഡി എന്റെ ഫ്രണ്ടാണ് എന്ന് പറയാൻ അവരുടെ പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല രാജ്യത്തിന്റെ ശക്തി ഉപയോഗിക്കേണ്ടത്. ഇത് തികച്ചും നേരത്തെ അവലംബിച്ചിരുന്നെങ്കിൽ യുദ്ധം ഈ ലെവലിലേക്ക് പോകുമായിരുന്നില്ല എന്നാണ് എന്റെ അഭിപ്രായം. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ് ശ്രീ ജോസഫ്. ശ്രീ കെ ജി കുമാറാണ് കൊട്ടാരക്കരയിൽ നിന്നാണ്. ശ്രീ കെ ജി കുമാർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ട്രംപിന്റെ നടപടികൾ ഈ ലോകത്തെ തന്നെ വല്ലാതെ ആശങ്കപ്പെടുത്തേണ്ട, ട്രംപിനെ നിയന്ത്രിക്കേണ്ട ഘട്ടം എന്നോ കഴിഞ്ഞുപോയി എന്ന് തോന്നുന്നുണ്ടോ? ട്രംപിന് പ്രാന്താണോ എന്നാ ഇപ്പൊ സംശയം വന്നിരിക്കുന്നു. കാര്യം ഈ ട്രംപ് ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നില്ല, ഇങ്ങനെ മാറ്റി 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 പറയുന്നു. വാക്കിന് യാതൊരു സ്ഥിരതയുമില്ല. ഈ അമേരിക്ക പോലൊരു രാജ്യത്തിന് ഇങ്ങനൊരു ഭരണാധികാരി, കാര്യം പല രാജ്യങ്ങളുടെയും കാര്യം അവര് മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യം ഇദ്ദേഹം അങ്ങ് പറയുകയാണ്. ഇദ്ദേഹം ഞാൻ അവരോട് സംസാരിച്ചു, ഇവരോട് സംസാരിച്ചു.
എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ആയാലും എന്ത് ചെയ്യാൻ പറ്റും? കാര്യം ഈ നമ്മള് ഈ അമേരിക്ക എന്നുള്ള ഒരു രാജ്യം പല സ്ഥലത്തും അവർ പണ്ട് ഇങ്ങനെ പോയിട്ട് ഇവർക്ക് പാളിച്ചകളൊക്കെ പറ്റിയിട്ടുണ്ട്, ചിലത് വിജയിച്ചിട്ടുമുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ തന്നെ പോയി വലിയ പരക്കില്ലാതെ പോകുന്നു. പക്ഷെ വിയറ്റ്നാമിൽ പണ്ട് പരാജയപ്പെട്ടു. അത് അമേരിക്കയ്ക്ക് മുൻകാലങ്ങളിലൊക്കെ അമേരിക്കയ്ക്ക് പറ്റിയിട്ടുള്ളതാണ്. പക്ഷെ ഈ ഒരു വിഷയത്തില് എന്താണ് ഇവര് ചെയ്യുന്നത്, ഇനി എന്ത് ആയി മാറും എന്നുള്ളത് പ്രവചിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലോട്ടാണ് പോകുന്നത്. കാര്യം എന്ന് പറഞ്ഞാല് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഈ നേരത്തെ ആദ്യത്തെ സമയത്ത് ഒന്നാം തവണ ട്രംപ് ഇത്തരം പ്രശ്നമില്ലായിരുന്നു. ഈ രണ്ടാം തവണ വന്നതിന് ശേഷമാണ് ഇയാളുടെ മാനസിക നിലയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള ഒരു ഇതാണ്. അല്ലാതെ എന്ത് പറയാനാണ്? കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. പക്ഷെ അത് ഒരു പരിധി കുറെയൊക്കെ ഇറാന് എതിരെ ഉള്ള കാര്യത്തിലായാലും കുറെയൊക്കെ കുറച്ചൊക്കെ ഒരു നയപരമായ കാര്യങ്ങളും കൂടെ നോക്കി തീരുമാനം എടുക്കണ്ടേ? ഇങ്ങനെ തുടങ്ങിയാൽ എന്ത് ചെയ്തു, എന്തൊക്കെ അവസാനിക്കുമെന്ന് പറയാൻ പറ്റാത്ത ഒരു കാര്യം. വളരെ വ്യക്തമാണ്. ശ്രീ ചന്ദ്രശേഖരനാണ് പാലക്കാട് നിന്നാണ്. ശ്രീ ചന്ദ്രശേഖരൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ട്രംപിനെ നിയന്ത്രിക്കാൻ ലോകരാജ്യങ്ങളൊക്കെ തയ്യാറാവേണ്ടതല്ലേ? സാർ, ഹിരോഷിമ നാഗസാക്കി ബോംബിട്ടില്ലേ? അതെ, ഹിരോഷിമ നാഗസാക്കി. അതേപോലെ ഇവർക്ക് ട്രംപിന് വന്നിട്ട് എങ്ങനെ പറഞ്ഞ അഹംഭാവം ജാസ്തിയാണ്. ഞാൻ തന്നെ വലിയ ആള് എന്നുള്ള രീതിക്ക് അവർ ചെയ്യണം. അതുകൊണ്ട് എല്ലാ രാജ്യങ്ങളും അവരുടെ അടിമയിൽ ഇരിക്കണം. ആ അടിമത്തം നിർത്തലാക്കണം. നമ്മൾ ഈ മറ്റുള്ള രാജ്യങ്ങളെല്ലാം ചേർന്ന് അടിമത്തത്തെ നിർത്തലാക്കണം. അത് ചെയ്യുന്നില്ല. അതാണ് കാരണം. അത് ഇല്ലാതെ ട്രംപിനെ എതിർക്കാൻ ആരുമില്ല. എതിർക്കണം. എത്രയോ രാജ്യങ്ങൾ, എത്രയോ മക്കള് മരിച്ചു പോകണം, എത്രയോ മക്കൾ ഇതാവണം. ഇതിനൊക്കെ എന്താ വേണ്ടെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യേണ്ടതാണ്. ഇത് എല്ലാ രാജ്യങ്ങളും നോക്കുകുത്തി പോലെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എത്ര നഷ്ടങ്ങളാ ഉണ്ടായിരിക്കുന്നത്, എത്ര ഇതായിരിക്കുന്നത്. നമ്മൾ കൂടി നഷ്ടപ്പെട്ടിരിക്കുന്നു. നമുക്കും മൂലധനമില്ലാതെ പോകുന്നു. മൂലധനം എവിടെ നിന്ന് കിട്ടണ്ടേ? അതുമില്ല. ഈ ട്രംപ് ഈ മാതിരി ചെയ്തു കഴിഞ്ഞാൽ എല്ലാ രാജ്യങ്ങൾക്കും നഷ്ടങ്ങളാണ്. അതിനുവേണ്ടി ഐക്യരാഷ്ട്രസഭയില് ഇവരെ ഒറ്റപ്പെടുത്തുക, അതാണ് ആവശ്യം. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ പോൾ ജോസഫാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ പോൾ ജോസഫ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇപ്പോൾ ട്രംപ് പറയുന്ന ഏറ്റവും അവസാനം പറയുന്നത് ഞാൻ 3 ആഴ്ച കൂടി യുദ്ധം തുടരും, പക്ഷെ അവരെന്നെ പരാജയപ്പെട്ടു കഴിഞ്ഞു, പക്ഷെ ഞങ്ങൾ 3 ആഴ്ച കൂടി തുടരുമെന്നാണ്. അദ്ദേഹത്തിന്റെ ടെലിഫോൺ ബന്ധത്തിൽ തടസ്സപ്പെടുന്നത് ശ്രീ സോമനാണ് എറണാകുളത്ത് നിന്ന്. താങ്കൾക്ക് പറയാം. ഇത് നമുക്ക് അമേരിക്കൻ പോളിറ്റിയെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ആദ്യമായി മനസ്സിലാക്കേണ്ടത് ഈ സോഷ്യലിസം, മനുഷ്യ സ്നേഹം ഇങ്ങനെയുള്ള ഇതിലൊന്നും അധിഷ്ഠിതമായ ഒരു ഭരണഘടനയോ ആ രീതിയിലുള്ള ഒരു കൺട്രിയേ അല്ല. അതൊരു ശരിക്കും കൃത്യമായിട്ടുള്ള ഒരു ക്യാപിറ്റലിസ്റ്റ് കൺട്രിയാണ്. ഈ ക്യാപിറ്റലിസ്റ്റ് കൺട്രിയിലുള്ള ഏറ്റവും വലിയ ബിസിനസ് എന്താണെന്നുള്ളത് അമേരിക്കൻ ബിസിനസ് എന്ന് പറയുന്നത് എന്റെ അറിവിൽ ശരിക്കും ആംസ് ആൻഡ് അമ്മ്യൂണിഷൻസ് ആണ്. അതായത് പിന്നെ വാദിക്കും പ്രതിക്കും കൂട്ടുനിൽക്കുന്ന വക്കീലന്മാരെ കണ്ടിട്ടില്ലേ? അതുപോലത്തെ ഒരു സ്റ്റേജാണ് അമേരിക്കയിൽ. ഇപ്പൊ അമേരിക്കയില് ഈ ഡെമോക്രാറ്റ്സ് വന്നാലും ശരി, ഈ GOP എന്ന് പറയുന്ന ഈ റിപ്പബ്ലിക്കൻസ് വന്നാലും ശരി, അവരുടെ പോളിസി മാറാനൊന്നും പോകുന്നില്ല, മാറിയിട്ടുമില്ല. കാരണം ഇവരുടെ ഏറ്റവും വലിയ ബിസിനസ് നടക്കുന്നത് ഈ ആംസ് ആൻഡ് അമ്മ്യൂണിഷൻസ് ആയതുകൊണ്ട് ഇവർക്ക് ഇത് എങ്ങനെയെങ്കിലും അവിടെ ഇവിടെയൊക്കെ കൊടുത്തിട്ട് ശരിയാക്കും. ഇന്ത്യക്കും കൊടുക്കും, പാകിസ്ഥാനും കൊടുക്കും. പക്ഷേ ഇത് ഒരു സമാനതകളില്ലാത്ത ഒരു പ്രത്യേക ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടാക്കിയേക്കുന്നത്. അത് ഈ ട്രംപിന്റെ ഈ ഭ്രാന്തൻ എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ അത് പോട്ടെ. ഇതിപ്പോ ഈ കുരങ്ങിനെ കൊണ്ട് ചൊടിയോർജ് വാരിക്കുന്ന ഒരു പ്രത്യേക വിഭാഗം അമേരിക്കയിൽ വ്യക്തമായിട്ടുണ്ട്. അതായത് നമ്മൾ പറയുന്ന ഈ സോഷ്യലിസം, മനുഷ്യ സ്നേഹം, അതുപോലെ തന്നെ ഈ ഒബാമ കൊണ്ടുവന്ന ചില പോളിസികൾ ഇതെല്ലാം കംപ്ലീറ്റ് തകർത്തില്ലേ, മെഡിക്കൽ പോളിസികളും. അപ്പൊ അവിടെ ഈ GOP എന്ന് പറയും, ഗ്രാൻഡ് ഓൾഡ് പാർട്ടി, അവിടെ ശരിക്ക് അവിടുത്തെ നേറ്റീവ്സ് എന്ന് പറയുന്നവരും ഈ പഴയ വന്നവരും, ട്രംപും ഒക്കെ അവിടെ വന്ന് ഇമിഗ്രൻസ് ആയിട്ട് വന്നവർ തന്നെയാണ്. പക്ഷെ അവരുടെയൊക്കെ വലിയ സപ്പോർട്ടിലാണ് ഇയാൾ തുടങ്ങിയത്. ഇപ്പോഴും ട്രംപിനെ ആരാധിക്കുന്ന ആൾക്കാർ അമേരിക്കയിൽ ഒരുപാട് പേരുണ്ട്. പക്ഷേ അമേരിക്കക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഓരോ മനുഷ്യന് എത്രമാത്രം ഒരു പ്രത്യേകമായ ഇൻഡിവിജ്വാലിറ്റി ഉണ്ടോ അത് ഒരു സാമാന്യമായി നന്നായി പ്രകടിപ്പിക്കുന്ന, മറ്റൊന്നും നോക്കാതെ പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തിത്വം ഉള്ള ആൾക്കാർ കൂടുതലുള്ള സ്ഥലമാണ്. അതുകൊണ്ട് ഇപ്പോ ഈ ട്രംപിന്റെ പാർട്ടിക്ക് അകത്ത് തന്നെ ആലോചനകൾ ഉണ്ടായിട്ടുണ്ട്. ട്രംപിന്റെ അലൈസ് യൂറോപ്യൻ ബാക്കിയുള്ളവരെല്ലാവരും പിന്മാറുന്നുണ്ട്. ഇതൊക്കെ ചെയ്താലും ശരി, ഇയാളുടെ ഒരു ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് പൈസയാണ്.
പണത്തിന്റെ അധിപനാണ് ഇയാൾ ട്രംപും എന്ന് പറയുന്ന എല്ലാ പ്രസ്ഥാനങ്ങളും. അപ്പൊ അയാളുടെ ആകെ നോട്ടം ഇയാൾക്കൊക്കെ ഒരുപാട് ഇൻട്രസ്റ്റുകൾ ഫോറിൻ കൺട്രീസിലുണ്ട്, അതായത് പാകിസ്ഥാനിലും ഇന്ത്യയിലും ബാക്കിയുള്ളിടത്തില്ല. അപ്പൊ ഈ പോളിസികൾ മാത്രം നന്നാക്കി അവരെയും അവരുടെ പ്രോജനീസും നന്നായിട്ട് വരണം എന്നുള്ള രീതിയിൽ മാത്രമാണ്. അപ്പോൾ എവിടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്തെങ്കിലും ഒരു ആർക്കും സംഭവിച്ചോട്ടെ, പക്ഷെ ഞാനും എന്റെ കുടുംബവും അല്ലെങ്കിൽ എന്റെ ആൾക്കാരും നന്നായിരിക്കണം. ഇതിനൊരുപാട് സപ്പോർട്ടും കിട്ടുന്നുണ്ട്. ഇലോൺ മസ്കിന്റെ ഒക്കെ കണ്ടില്ല, ഇലോൺ മസ്ക് തന്നെ ഇപ്പൊ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പോലെയാണ് അയാൾ. ശ്രീ സോമൻ, താങ്കൾ ആത്യന്തികമായി പറയുന്നത് ട്രംപ് എന്ന വ്യവസായിയുടെ സാമ്പത്തിക താല്പര്യങ്ങളാണ് ഈ ലോകത്തെ പ്രശ്നങ്ങൾക്കും അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾക്കും പിന്നിൽ, അല്ലാതെ അമേരിക്കയുടെ താല്പര്യമോ ലോകത്തിന്റെ താല്പര്യമോ മറ്റു രാഷ്ട്രീയമോ ഒന്നും അല്ല. അങ്ങനെയാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? അല്ല, രാഷ്ട്രീയമൊന്നും അയാൾക്കൊരു പ്രശ്നമല്ല. ഇയാളൊരു വ്യക്തിപരമായിട്ടുള്ള ഒരു ചീത്ത മനുഷ്യനാണ്. ഇപ്പൊ നമുക്കൊക്കെ ഈ മനുഷ്യ നന്മ എന്ന് പറയുന്ന ഒരു വികാരം നമുക്കുണ്ട്. ഇയാളൊരു നല്ല മനുഷ്യനേ അല്ല എന്ന് ഞാൻ വ്യക്തമായി മനസ്സിലാക്കുകയാണ്. കാരണം ഒരു പരസ്പര ബഹുമാനം, ബാക്കിയുള്ള ആൾക്കാരോടുള്ള ഒരു സ്നേഹം, നമുക്കൊക്കെ അങ്ങനെയൊക്കെയുള്ള ഒരു വികാരമുള്ളവരാണ്. അതിന്റെ ഒരു തടവുകാരാണ് നമ്മളൊക്കെ. നിങ്ങൾക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല എന്നുള്ളതാണ് ഇതിന്റെ ആത്യന്തികമായ കാര്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിന് ഇപ്പം ഓക്കെ, താങ്ക് യു. താങ്കളുടെ അഭിപ്രായം വളരെ വിശദവും വ്യക്തവുമായ അഭിപ്രായം തന്നെയാണ്. ആഴത്തിൽ ആ വിഷയത്തെക്കുറിച്ച് പഠിച്ചിട്ട് തന്നെയാണ് അദ്ദേഹം അഭിപ്രായം പറയുന്നത്. ശ്രീ മോഹൻ പിള്ളയാണ്, കൊട്ടാരക്കരയിൽ നിന്നാണ്. ശ്രീ മോഹൻ പിള്ള, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരം. എനിക്കിത് പറയാനുള്ളത്, ഇവിടെ അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് എന്നുള്ള കഥാപാത്രത്തെ അല്ല നമുക്ക് കാണേണ്ടത്. അമേരിക്കയുടെ വിദേശ മനസ്സിലാക്കേണ്ടതും. കാരണം നമുക്ക് ചരിത്രം പറയാൻ സാധിക്കത്തില്ല. 2ാം ലോക മഹായുദ്ധം മുതൽ ഒരു കാരണവശാലും അമേരിക്ക നേരിട്ടുള്ള ഒരു യുദ്ധത്തിനും നേരിട്ട് ഇടപെട്ടിട്ടില്ല എന്നുള്ളതാണ് ചരിത്രം പറയുന്നത്. 2ാം ലോക മഹായുദ്ധത്തിൽ അമേരിക്ക ഒരു യുദ്ധത്തിന് ഇടപെടാൻ കാരണം തന്നെ ജപ്പാന്റെ അതിക്രമം അല്ലെങ്കിൽ അധിനിവേശം അല്ലെങ്കിൽ കടന്നുകയറ്റമായിരുന്നു. അതിനുശേഷം പല യുദ്ധങ്ങളും അമേരിക്ക നടത്തിയിട്ടുണ്ടെങ്കിലും ഒരു രാജ്യത്തിന്റെ ഒരു ഭൂമി പോലും അമേരിക്ക പിടിച്ചെടുത്തിട്ടില്ലെന്നുള്ളതാണ് നമുക്ക് ചരിത്രം പറയുന്നത്. ഞാനിപ്പം ട്രംപ് എന്ത് ചെയ്യുന്നു, എന്ത് ചെയ്യുന്നില്ല എന്നുള്ള വിഷയത്തെ പറ്റിയല്ല. രാജ്യത്തിന്റെ ഭൂമി പിടിച്ചെടുത്തോ ഇല്ലയോ എന്നുള്ളതല്ലോ. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്ക ലോകത്തെ എത്ര രാജ്യങ്ങളിൽ ഇടപെട്ട് ആ രാജ്യങ്ങളെ അസ്ഥിരപ്പെടുത്തി, ആ രാജ്യങ്ങളിലെ സാമ്പത്തികമായ കോടിക്കണക്കിന് രൂപ വരുന്ന അവരുടെ മൂലധനം കൊള്ളയടിക്കുകയും അവൻ്റെ അമേരിക്കക്കാരൻ തടിച്ചു വീർത്ത് കൊഴുത്തു നിൽക്കുന്നതൊക്കെ ഇതുപോലെ ഓരോരോ രാജ്യങ്ങൾ. ഇപ്പോൾ വെനസ്വേലയിൽ പോയെങ്കിൽ വെനസ്വേലയിൽ എണ്ണയുടെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുകയാണ്. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ വിതരണ രാജ്യമായിരുന്നു. അങ്ങനെ അവർ ഭൂമി പിടിച്ചെടുത്തില്ല എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം? അല്ല, ഞാൻ ആ പോയിന്റിലേക്ക് വരുന്നു. സമയത്തൊന്നും അമേരിക്ക ഒരു വിദേശ നയത്തിൽ താങ്കളുടെ ടെലിഫോൺ ബന്ധത്തിൽ ചില തടസ്സങ്ങളുണ്ടെന്ന് തോന്നുന്നു, കൃത്യമായി കേൾക്കുന്നില്ല. താങ്കൾ പറയുന്ന കാര്യം കേൾപ്പിക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു. കാരണം അത്തരത്തിൽ ഗൗരവമായി തന്നെ അഭിപ്രായം പറഞ്ഞതാണ്. പക്ഷേ ടെലിഫോൺ തടസ്സം മൂലമാണ്. നമുക്ക് വേഗത്തിൽ ചില യൂട്യൂബ് കമൻറ്റുകൾ കൂടി നോക്കേണ്ടതുണ്ട്. ശശിധരൻ പിള്ള പറയുന്നു, ഇന്ന് ചർച്ച ചെയ്യേണ്ടിയിരുന്നത് കേരളത്തിലെ മുന്നണികളുടെ പ്രകടന പത്രികയായിരുന്നു എന്ന് പറയുന്നു. ശശിധരൻ പിള്ള, അത് ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ്, എനിക്കറിയാം നന്നായി. പക്ഷേ ആ വിഷയം പ്രകടന പത്രിക ആളുകളൊക്കെ കണ്ട് പ്രധാന പോയിന്റുകളൊന്നും കണ്ടതേ ഉള്ളൂ. നമുക്കത് അടുത്ത ദിവസം വിശദമായി തന്നെ ചർച്ച ചെയ്യാം. ഈ അമേരിക്ക പോലൊരു രാജ്യം ഇങ്ങനെ ലോകത്തിന് ഭീഷണിയായി നിൽക്കുമ്പോൾ നമ്മുടെ അടുക്കളയിലേക്കും നമ്മുടെ തെരുവുകളിലേക്കുമൊക്കെ അതിൻ്റെ ദുരിതം വന്നു ചേരുമ്പോൾ നമുക്ക് ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിനേക്കാൾ പ്രധാനപ്പെട്ട വിഷയമായി ഈ യുദ്ധം, അതിലെ നിലപാടുകളൊക്കെ മാറുകയാണ്. നമ്മുടെ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് അത് പറയാൻ പലപ്പോഴും മടിയുണ്ടെങ്കിലും അപർണ പറയുന്നു, കടുത്ത പ്രസ്താവനകൾ ആഗോള സംഘർഷം വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുണ്ടാകും. 3 ആഴ്ച കൂടി ആക്രമണം പോലുള്ള കാര്യങ്ങൾ രാഷ്ട്രീയ സമ്മർദ്ദമോ സ്ട്രാറ്റജിയോ ആയിരിക്കും എന്ന് പറയുന്നു. ശശിധരൻപിള്ള പറയുന്നു, എൻ്റെ കിരണെ 9-ാം തീയതി കഴിയാതെ ഇവിടുത്തെ ഒരു രാഷ്ട്രീയ നേതൃത്വം യുദ്ധത്തെപ്പറ്റി സംസാരിക്കില്ല, കാരണം അതിലും വലിയ യുദ്ധമാണ് ഇവിടെ നടക്കുന്നത് എന്നൊക്കെയാണ്. പലപ്പോഴും രാഷ്ട്രീയക്കാർ പല അഭിപ്രായങ്ങളും പറയുമ്പോൾ അവർക്ക് രാഷ്ട്രീയ ലാഭമില്ലെങ്കിൽ പറയാതിരിക്കുന്നു. അതിന് ഇനി മുന്നണിയോ പാർട്ടിയോ ഭേദമൊന്നുമില്ല എന്നുകൂടി ചില ഘട്ടങ്ങളിലെങ്കിലും പറയേണ്ടി വരും. മറ്റേതൊക്കെ ഗുഡ് ഈവനിങ് ഒക്കെ പറയുന്നു. പൊതുവേദിയിൽ ജയയെ കാണുന്നില്ല എന്നതിനെക്കുറിച്ചൊക്കെ ആളുകൾ അന്വേഷിക്കുന്നുണ്ട്. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് കഴിയും വരെ ട്രംപും യുദ്ധവുമായിരിക്കുമോ ന്യൂസിൽ ചർച്ച എന്ന് AK കൃഷ്ണൻകുട്ടി ചോദിക്കുന്നു. ശ്രീ AK കൃഷ്ണൻകുട്ടി, താങ്കളെപ്പോലെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ ഒരാൾ ലോകത്ത് യുദ്ധം നടക്കുമ്പോൾ അത് ചർച്ച ചെയ്യേണ്ട, അത് ഇവിടുത്തെ തെരഞ്ഞെടുപ്പിനേക്കാൾ പ്രധാനമല്ല എന്ന് കാണുന്നെങ്കിൽ അത് ശരിയല്ല എന്നുകൂടി താങ്കളെ വിനയപൂർവ്വം അറിയിക്കുകയാണ്. മോദി ഇസ്രയേൽ സന്ദർശിച്ചതിൻ്റെ അടുത്ത ദിവസമാണ് യുദ്ധം തുടങ്ങിയതെന്ന് കുഞ്ഞമ്പു പറഞ്ഞതിനെ എതിർക്കണമായിരുന്നു അവതാരകൻ എന്ന് പറയുന്നു. ശ്രീ മുരളീധരൻ നായർ കേട്ടില്ല, അടുത്താണ് യുദ്ധം നടത്തുന്നതിനെന്ന് പറഞ്ഞതിന് ഞാൻ എന്തിനാണ് എതിർക്കുന്നത്? മോദി അറിഞ്ഞിട്ടാണ് യുദ്ധം ചെയ്തത് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അത് മോദി അറിഞ്ഞിട്ടാണ് എന്നുള്ളതിന് നമ്മുടെ കയ്യിൽ തെളിവൊന്നുമില്ല. അങ്ങനെ ഒരു വസ്തുത പുറത്ത് വന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ പറയരുത് എന്ന് പറഞ്ഞാൽ, അല്ലാതെ അതിനെ എതിർക്കേണ്ട കാര്യം എന്താണ്? അങ്ങനെയല്ലേ ഉണ്ടായത്.
മണിമല ചർച്ച ചെയ്താലും ഇല്ലെങ്കിലും തെരഞ്ഞെടുപ്പ് ഇവിടെ നടന്നോളും, യുദ്ധം മനുഷ്യൻ്റെ ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നമല്ലേ എന്ന് ശശിധരൻപിള്ള ചോദിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റു ചില ചോദ്യങ്ങളൊക്കെ അവർ തമ്മിലൊക്കെ ഉള്ള ചോദ്യങ്ങളും തർക്കങ്ങളും ഒക്കെ നടക്കുന്നു. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ എന്നൊക്കെ ചിലരൊക്കെ എഴുതിയിരിക്കുന്നത്. എന്തായാലും കൊള്ളാം. നമുക്ക് യുദ്ധഭീഷണിയുമായി നിൽക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 3 ആഴ്ച കൂടി ഇറാനിൽ യുദ്ധം തുടരും എന്നാണ്, ആക്രമണം തുടരുമെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അദ്ദേഹം പറയുന്ന അതിനു മുമ്പ് ചേർത്ത് പറയുന്നത് ഞങ്ങൾ യുദ്ധമെല്ലാം ജയിച്ചു കഴിഞ്ഞു, ഇറാനെ തകർത്ത് തരിപ്പണമാക്കി എന്നൊക്കെയാണ്. പക്ഷേ ഈ അവകാശവാദങ്ങളൊന്നും ശരിയാകുന്ന ലക്ഷണങ്ങളല്ല, അല്ലെങ്കിൽ തെളിവുകളല്ല പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. റോസിലയാണ് കോഴിക്കോട് നിന്ന്. ശ്രീമതി റോസില, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഹലോ, നമസ്കാരം. നമസ്കാരം. റോസില പറഞ്ഞോളൂ. കേൾക്കണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത വെച്ചാല് യേശുക്രിസ്തുവിന്, യേശുദേവന് അത്താഴം കൊടുത്തിട്ട് ഇതാക്കിയ ദിവസമാണ്. കേൾക്കില്ലേ? പറഞ്ഞോളൂ. അന്നേരം പിന്നെ യേശുവിനെ പോലും പിന്നെ വെറുതെ വിട്ടിട്ടില്ല. അതായത് ദൈവത്തിനായ യേശുവിനെ പോലും വെറുതെ. റോസില എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? മനസ്സിലായില്ല. അതായത് ഇന്നത്തെ വ്യവസ്ഥ നോക്കുമ്പോൾ ഇപ്പൊ ഈ റോസില, അത് എന്താണ് താങ്കൾ ഉദ്ദേശിക്കുന്നത് വ്യക്തമാകുന്നില്ല. എന്തായാലും ഇനി എന്തെങ്കിലും സീരിയസ് ആയി പറഞ്ഞാലാണോ എന്നറിയില്ല. ശ്രീ കൃഷ്ണൻകുട്ടി ആണ് മണിമലയിൽ നിന്ന്. ശ്രീ കൃഷ്ണൻകുട്ടിയുടെ കമൻ്റ് ആണെന്ന് തോന്നുന്നു ഞാൻ വായിച്ചത്. താങ്കൾ നേരത്തെ താങ്കളുടേതാണ് എന്ന് പറഞ്ഞിരുന്നു. അതാണെങ്കിൽ താങ്കൾ ചോദിക്കുന്നത് തെരഞ്ഞെടുപ്പ് വരെ, വോട്ടെടുപ്പ് കഴിയുന്ന വരെ യുദ്ധമാണോ ചർച്ചയെന്ന് ചോദിക്കുന്നു. ഒന്ന്, അത് വസ്തുതാപരമായി തെറ്റാണ്. ഇതിനിടയിൽ തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ പല ദിവസം നമ്മൾ ചർച്ച ചെയ്യുകയും താങ്കൾ അതിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്ത ആളാണ്. രണ്ടാമത്, ലോകത്ത് ഇത്രയും ആശങ്കയോടുകൂടി ജനം നിൽക്കുന്ന ഒരു സമയത്ത് അത് ചർച്ച ചെയ്യാതെ കേരളത്തിലെ തെരഞ്ഞെടുപ്പാണ് അതിലും പ്രധാനപ്പെട്ടത് എന്ന് താങ്കൾ ചിന്തിക്കുന്നത് ശരിയല്ല എന്നതുകൂടി താങ്കളെ അറിയിക്കുകയാണ്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? പറഞ്ഞോളൂ. നമസ്കാരം. നമസ്കാരം. യുദ്ധം ചർച്ച ചെയ്തെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അതായത് യുദ്ധം തുടങ്ങിയ നാൾ മുതൽ നമ്മൾ ചർച്ച നടത്തുന്നുണ്ട്. ഞാനും പല ദിവസങ്ങളിലും വിളിച്ച് സംസാരിക്കുകയും പ്രതികരിക്കുകയും ഒക്കെ ചെയ്തിട്ടുമുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചത് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത, ഇന്ന് രാഷ്ട്രീയ പാർട്ടി മുന്നണികളെല്ലാം പ്രകടന പത്രിക പുറത്താക്കി ചാനലുകളെല്ലാം വാർത്തയായിട്ട് വരികയും അത് നമ്മൾ ചർച്ച ചെയ്യാതിരിക്കുകയും ഇന്ന് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നതിലെ ഒരു അപാകത മാത്രമേ ഞാൻ വിചാരിച്ചുള്ളൂ. അല്ലാതെ യുദ്ധം ചർച്ച ചെയ്തതെന്നോ ഒന്നുമല്ല ഉദ്ദേശിച്ചത്. അതാണ് എന്റെ കാര്യം. ഇനി ഈ വിഷയത്തെ പറ്റി പറയാനുള്ളത്, ട്രംപ് പറയുന്നത് ഇനി 3 ആഴ്ചയോടെ യുദ്ധം ചെയ്യും, അല്ലാതെ തന്നെ യുദ്ധം അവർ ജയിച്ചു കഴിഞ്ഞെങ്കിൽ പിന്നെന്തിനാ യുദ്ധം ചെയ്യുന്നത്? അപ്പൊ അതിന്റെ ഉദ്ദേശമൊക്കെ എന്താണ്? ഉദ്ദേശം മറ്റൊന്നുമല്ല. നേരത്തെ നമ്മുടെ പ്രേക്ഷകൻ വിളിച്ച് പറഞ്ഞിരുന്നത്, ഞാൻ അദ്ദേഹത്തിന്റെ പേര് ശ്രദ്ധിച്ചില്ല. അദ്ദേഹം പറഞ്ഞത് ട്രംപിന് മാനുഷിക വികാരങ്ങൾ ഇല്ലാത്ത ഒരാളാണെന്നാണ് പറഞ്ഞത്. മനുഷ്യന് ചില വികാരങ്ങളൊക്കെ ഉണ്ടല്ലോ, ആൾക്കാരുടെ ദയയും കരുണയും പരിഗണനയൊക്കെ ഉള്ള ഒരു മനുഷ്യ വികാരങ്ങളുണ്ടല്ലോ. അതൊന്നും ഇല്ലാത്തൊരു ക്രൂര മൃഗത്തെ പോലെയാണ് ട്രംപ് പെരുമാറുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനോട് ഞാനും യോജിക്കുകയാണ്. പക്ഷെ പ്രശ്നം അതൊന്നുമല്ല. നമ്മള് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ലോകത്തെ ഒരു 3ാം ശക്തി എന്നൊക്കെ നമ്മൾ ശക്തമായി അവകാശപ്പെടുന്ന കാലമാണല്ലോ ഇത്. നമ്മൾ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? ഇന്ത്യ ഭരിക്കുന്നവര് ഇതിന് എന്തുകൊണ്ട് ഈ പറയുന്ന നമുക്ക് എന്തുമാത്രം നഷ്ടങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? നമ്മുടെ എണ്ണ വില കൂടുന്നു, ഗ്യാസിന്റെ വില കൂടുന്നു, ഹോട്ടലുകളിൽ ഗ്യാസ് കിട്ടാനില്ല, ഇങ്ങനെയെല്ലാം എന്തെല്ലാം രീതിയിൽ ആൾക്കാർക്ക് വിഷമം വന്നുകൊണ്ടിരിക്കുകയാണ്. സാധനങ്ങളുടെ വില കൂടുന്നു. ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഇന്ത്യക്കാർ തന്നെ കഷ്ടപ്പെടുമ്പോ ഇന്ത്യ ഭരിക്കുന്നവര് ഇതിനെതിരെ ഒന്നും ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇന്ത്യക്ക് വേണോ അമേരിക്കയുമായിട്ട്? അല്ലെങ്കിൽ ഇത് ഫ്രണ്ട്ഷിപ്പാണോ അടിമത്തമാണോ എന്നുള്ളതാണ് സംശയം. ഇത് ശരിക്കും അടിമത്തം തന്നെയാണ്. ശക്തമായി പ്രതികരിക്കുകയും ലോകരാജ്യങ്ങൾക്ക് ഇടപെട്ടിട്ട് ഒരു അഭിപ്രായ രൂപീകരണം ഉണ്ടാക്കിയെടുക്കുകയും അമേരിക്കക്കെതിരെ അല്ലെങ്കിൽ യുദ്ധത്തിനെതിരെ പ്രതികരിക്കുകയും ചെയ്യേണ്ട ചുമതല ഇന്ത്യക്കുണ്ട്. അതിനുള്ള ശക്തിയുള്ള രാജ്യമാണ് ഇന്ത്യ പണ്ട് മുതലേ അങ്ങനെ ആയിരുന്നു. പക്ഷെ ഇപ്പോ ഇന്ത്യ ഒരു അമേരിക്കയുടെ സാമന്ത രാജ്യത്തെ പോലെയല്ലേ പെരുമാറുന്നത്? വളരെ മോശമല്ലേ കാര്യം? അതാണ് പറയാനുള്ളത്. ശരി, താങ്കളുടെ അഭിപ്രായം അങ്ങനെയാണ്. ശ്രീ നാരായണനാണ് ശ്രീകണ്ഠാപുരത്തുനിന്ന്. ശ്രീ നാരായണൻ, ഈ ട്രംപ് ലോകത്തിനാകമാനം ഭീഷണി ഉയർത്തി നിൽക്കുകയാണോ? എന്താണ് പറയുന്നത്? അതെ, സത്യത്തിൽ പ്രിയപ്പെട്ട സാറേ, ഇത് വളരെ സങ്കടകരമായ കാര്യം തന്നെയാണ്. ഞാൻ മുമ്പും പറഞ്ഞു, ഒരു ഭൂതം ഇറങ്ങിയിരിക്കുകയാണ് ഈ അമേരിക്കയിലെ ഈ ട്രംപ് എന്ന് പറയുന്ന ഭൂതം. അയാൾ എന്തൊരു മനുഷ്യൻ! അയാൾ ഒറ്റൊരുത്തനാണ് ഇതിന്റെ ഉത്തരവാദി. പണ്ടേ അമേരിക്കക്കാർ നമ്മളെ ഇന്ത്യ വന്ന് ഭരിച്ച് എല്ലാ ഇടിയിലെല്ലാം എടുത്തോണ്ട് പോയ കമ്പനിയാ.
അപ്പോ ആടാ നോക്കാം ഒരു മതഭ്രാന്തനം പോലെയാണ് കളിക്കുന്നത്. രണ്ട് മതങ്ങൾ തമ്മിൽ കളിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്. അത് പറയുമ്പോൾ കൂടി ആർക്കും ദേഷ്യം തരണ്ട. കാരണം എന്താ വെച്ചാല് അത് എന്താ പറയാണ്ടിരിക്കാൻ പറ്റുമോ? അത് കാരണം അമേരിക്ക ഇറാനെ ഉപദ്രവിക്കുമ്പോൾ ഇറാനിലെ കുട്ടികളെ അടക്കമാണ് കൊല്ലുന്നത്. അപ്പോ അത് ആലോചിച്ച് നോക്കണം നമ്മള്. ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുള്ളതാണ്. കാരണം മതഭ്രാന്താണ് സത്യത്തിൽ അമേരിക്കയെ ബാധിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതൊന്നും ഈടിലെ മാന്യന്മാർക്കൊന്നും അറിയില്ല. അറിയാറ്റല്ല അവര് അത് നിൽക്കൂല. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സത്യത്തിന് വിലയുണ്ടെന്ന് ചോദിച്ചാൽ സത്യം എന്നും മുമ്പ് തന്നെയാണ്. ആ ഒരു സംശയം വിചാരിക്കണ്ട. എന്നും സത്യം മുൻപിൽ വരും. അത് നമുക്ക് പല അനുഭവങ്ങളും നമ്മൾ മനസ്സിലായതാണ്. പല യുദ്ധങ്ങളും നടത്തിയിട്ടും എന്താ സംഭവിച്ചത്? താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. സന്തോഷാണ് കൊല്ലത്തുനിന്നും. സന്തോഷ്, ഈ ആധുനിക കാലത്ത് 2026 ഒരു രാഷ്ട്രത്തിന്റെ തലവൻ പറയുകയാണ് ഞങ്ങൾ ഇറാനെ ശിലായുഗ സമാനമായ അവസ്ഥയിൽ എത്തിക്കുമെന്ന്. ആ രാജ്യത്ത് ഭരണമാറ്റം വരുത്തുമെന്നൊക്കെ പറഞ്ഞ് യുദ്ധത്തിന് പോയ ഒരാളാണ് പറയുന്നത്. ശിലായുഗ സമാനമായ അവസ്ഥയിൽ എത്തിക്കുമെന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ സർവ്വ പുരോഗതിയും സർവ്വ നിർമ്മിതികളും തകർത്ത് ആ രാജ്യത്തെ അത്രത്തോളം തരിപ്പണമാക്കുമെന്നല്ലേ? എങ്ങനെ പറയാൻ കഴിയുന്നു ഒരു മനുഷ്യന് അങ്ങനെയൊക്കെ? ശ്രീ അനിലാണ്, അനിൽ പൊതുവാളാണ് മുംബൈയിൽ നിന്നും. ശ്രീ അനിൽ, പറയാൻ താങ്കൾക്ക്. ശ്രീ അനിൽ കേൾക്കാമോ? അനിലിൻ്റെ ടെലിഫോൺ തടസ്സമുണ്ടെന്ന് തോന്നുന്നു. ശ്രീ ബഷീറാണ് നാദാപുരത്ത് നിന്നാണ്. ശ്രീ ബഷീർ, താങ്കൾ പറഞ്ഞോളൂ. ഇപ്പോ നമ്മുടെ ഈ ഇറാൻ US യുദ്ധത്തെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ അതിലേക്ക് വലിച്ചഴക്കുന്നത് എപ്പോഴും അങ്ങനെയാണല്ലോ നമ്മള്. പിന്നെ അതിന് ഇല്ലാത്ത തലങ്ങളിലേക്കൊക്കെ വലിച്ചഴച്ച് ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ സാമ്രാജ്യത്വ വിരുദ്ധവും പിന്നെ അതുപോലെ മറ്റേ മതഭ്രാന്ത് മറ്റേ അത് ഇതൊക്കെ പറഞ്ഞിട്ട് ഇതിന് ഒരു എല്ലാം കൂടെ കൂട്ടിക്കുഴച്ചുള്ള ഒരു വിശകലനമൊക്കെ നടക്കുന്നുണ്ടല്ലോ. പക്ഷെ യഥാർത്ഥത്തിൽ ലളിതമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പം അമേരിക്ക ഈ ഒരു യുദ്ധം തുടങ്ങി വെച്ചത് തന്നെ അമേരിക്കക്കെതിരായിട്ട് ഈ ഇറാൻ ഒരു ഭീഷണിയാണെന്ന് അവർക്ക് തോന്നി തുടങ്ങിയതിന് ശേഷമല്ലേ. ശരിക്കും എന്നാ ഡെത്ത് ടു ഇസ്രായേൽ എന്ന് ശരിക്കും മുദ്രാവാക്യമായിട്ട് വെച്ച് ഒരു രാജ്യം നിൽക്കുമ്പോൾ അതിന് ബാലിസ്റ്റിക് മിസൈൽ 2000 കിലോമീറ്റർ എത്തുന്ന അമേരിക്കയിലടക്കം നാശങ്ങൾ വിതക്കാൻ ഉതകുന്ന രീതിയിലുള്ള ആയുധങ്ങളൊക്കെ സംഭരിച്ചു വെക്കുന്ന ഒരു രാജ്യം നിലനിൽക്കെ അവർക്കതൊരു ഭീഷണിയായിട്ട് തോന്നി ആ ഭീഷണിയെ തകർക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നു എന്ന ലളിതമായ സത്യമല്ലേ നമ്മൾ പറയുന്നുള്ളൂ. അതെങ്ങനെയാണ് ശ്രീ ബഷീർ? ഒരു ചെറിയ സംശയം. ഒന്ന്, അവരുടെ ബാലിസ്റ്റിക് മിസൈലൊന്നും അമേരിക്ക വരെ എത്തില്ല. ഒന്ന്, നിലവിൽ അങ്ങനെ അമേരിക്ക വരെ എത്തിച്ച് തകർക്കാൻ കഴിയുന്ന സംവിധാനമൊന്നും അവരുടെ കയ്യിലില്ല. രണ്ടാമത്തെ കാര്യം, അങ്ങനെയാണെങ്കിൽ അമേരിക്കയ്ക്ക് നേരെ എത്തിക്കാൻ കഴിയുള്ള രാജ്യം റഷ്യയുടെ കയ്യിലാണുള്ളത്, ചൈനയുടെ കയ്യിലുണ്ട്, ഇന്ത്യയുടെ കയ്യിലുണ്ട്, കൊറിയയുടെ കയ്യിലുണ്ട്. അവരെയൊക്കെ അല്ലേ ആക്രമിക്കാനെങ്കിൽ ചെയ്യേണ്ട? അവരുടെയൊക്കെ കയ്യിൽ ഈ ആയുധങ്ങളൊക്കെ ഉള്ള രാജ്യങ്ങളാണ്. അതിലൊരു വ്യത്യാസം എന്ന് പറയുന്നത് ചൈനയുടെ കയ്യിലോ റഷ്യയുടെ കയ്യിലോ അല്ലെ മറ്റ് ഇതര രാജ്യങ്ങളുടെ കയ്യിലോ ഉണ്ടെങ്കിൽ അത് ഒരു മതപരമായ മാനം അതിന് വരുന്നില്ല. കൊറിയയുടെ കയ്യിലടക്കമുണ്ട്. ഇവരൊന്നും പറഞ്ഞാൽ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞാൽ പോടാ പുല്ലേ എന്നൊക്കെ പറയുന്ന നാടൻ ഭാഷയിൽ പറയുന്ന പോലെ പറയുന്ന കൊറിയയുടെ പക്കലടക്കമില്ലേ? അവരെ ഏതെങ്കിലും അതിരൂക്ഷമായ രീതിയിലേക്ക് നയതന്ത്ര ബന്ധത്തിൽ പോലും അതിരൂക്ഷമായ പ്രതികരണം നടത്തുന്ന കൊറിയയുമായിട്ട് അവർക്ക് ആയുധമുണ്ട് എന്ന് കരുതി അമേരിക്ക ആക്രമിക്കാൻ ചെല്ലുമോ? ഇല്ലല്ലോ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് നിലനിൽപ്പില്ലെന്ന് അറിയാം, അതുകൊണ്ട് അവിടെ ചെല്ലില്ല. അത്രയല്ലേ ഉള്ളൂ. അങ്ങനെയല്ല. അങ്ങനെ പറയുകയാണെങ്കിൽ അതിനെ ഒരു ന്യായീകരണം എന്ന് മാത്രമേ എനിക്ക് തോന്നുന്നു. അല്ല, ന്യായീകരണം അല്ലാതെ എന്താണ്? ഞാൻ ചോദിച്ചത്, താങ്കൾക്ക് 2 ശത്രുക്കളുണ്ട്. 2 ശത്രുക്കളുള്ളതിൽ പ്രബലനായ ശത്രുവിനെ വിട്ടിട്ട് ദുർബലനായ ശത്രുവിനെ താങ്കൾ ആക്രമിക്കുകയാണെങ്കിൽ എന്താണ് കരുതേണ്ടത്? താങ്കൾക്ക് അവിടെ അടിച്ചാൽ ജയിക്കാം എന്നുള്ളതുകൊണ്ട് താങ്കൾ അടിക്കുന്നു, മറ്റയാളെ അടിച്ചാൽ ജയിക്കാൻ കഴിയില്ല അതുകൊണ്ട് അടിക്കുന്നില്ല. അത്രയല്ലേ ഉള്ളൂ. അല്ല, അതുകൊണ്ടല്ല. ഈ ഭീഷണിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മറ്റൊരു ഇറാൻ എങ്ങനെയാണ് അമേരിക്കയ്ക്ക് ഭീഷണിയാവുന്നത്? അതായത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഒരു മതപരമായ അടിത്തറയിലാണ് അവരുടെ എല്ലാ കാഴ്ചപ്പാടും നിലനിൽക്കുന്നത്. ആയിക്കോട്ടെ. ഉദാഹരണത്തിന് ഞാൻ പറയുന്നത് ഒരു സെക്കൻഡ്, നിങ്ങൾ പറയുന്നത് മാത്രം അതെ ഞാൻ പറയുമ്പോൾ ഇടയ്ക്ക് കയറി പറയല്ല. ഞാൻ പറയുന്ന എന്റെ വാദങ്ങൾ കൂടെ കേട്ടതിന് ശേഷം അതായത് ഈ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഒരു വിശുദ്ധ യുദ്ധമായിട്ടാണ് അവർക്കെതിരായിട്ട്, അതായത് ഈ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ വിശുദ്ധ യുദ്ധമായിട്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിലനിൽപ്പിനെ ആവശ്യമില്ല. അവർക്ക് ഇത് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാം? ഒരു വിശുദ്ധമായിട്ട് അവർക്ക് ഒരു എന്താ പറയാ ഒരു രക്തസാക്ഷിത്വം കിട്ടുന്നുള്ള ഒരു അത് അങ്ങനെയൊന്നും ഇല്ല. അങ്ങനെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നും ഇല്ല. ഒരു സെക്കൻഡ് പറഞ്ഞോട്ടെ. ഇത് വിശുദ്ധ യുദ്ധമല്ലെന്നൊന്നും അമേരിക്കയോ അല്ലെങ്കിൽ ഇറാനോ ഒന്നും അവകാശപ്പെടുന്നൊന്നുമില്ല. ഇറാൻ അവരുടെ രാജ്യം സംരക്ഷിക്കാൻ വേണ്ടി യുദ്ധത്തിൽ ഏർപ്പെടുന്നു. അവരുടെ രാജ്യത്തേക്ക് ആക്രമണം നടത്തിയത് ഇറാൻ അല്ല തുടങ്ങിയത്. ഇതൊരു ചെറിയൊരു കാര്യം പറഞ്ഞുതരാം. ഇറാന്റെ കയ്യിൽ അണുബോംബ് ഉണ്ടായി കഴിഞ്ഞാൽ
അത് പിന്നെ ഉത്തര കൊറിയയിലോ അല്ലെങ്കിൽ പിന്നെ റഷ്യയുടെ കയ്യിലോ ചൈനയുടെ കയ്യിലോ ഉള്ളതുപോലെ അല്ല. അല്ല, ഈ ബഷീർ ഇറാന്റെ കയ്യിൽ അനുഭവം ഉണ്ട് എന്നതിന് ലോകത്ത് ഇതുവരെ എന്തെങ്കിലും ഒരു തെളിവ് വന്നിട്ടുണ്ടോ? അല്ല ഞാൻ പറയുന്നത് അനുഭവത്തിന്റെ കാര്യം മാത്രമല്ല, ഒരു ഭീഷണി എങ്ങനെയാണ് ഈ ഭീഷണി. ഞാൻ ചോദിച്ചതാണ് ബഷീർ ഇല്ലാത്തൊരു കാര്യം. ബഷീറിന്റെ കയ്യിൽ അനുഭവം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ട് ഞാൻ ബഷീറിന്റെ കയ്യിൽ അടിച്ചാൽ മതിയോ? ബഷീറിന്റെ കയ്യിൽ അനുഭവം ഉണ്ടെങ്കിൽ അത് പരിശോധിക്കാൻ ഈ ലോകത്ത് എന്തെല്ലാം സംവിധാനങ്ങളുണ്ട്. അവിടെ എവിടെയും അങ്ങനെ ഇറാന്റെ കയ്യിൽ അനുഭവം ഉള്ളതായി ലോകത്ത് ആരുടെ കയ്യിൽ ഒരു തെളിവില്ല. അവരുടെ കയ്യിൽ ബോംബില്ല. ഉണ്ടായിരുന്നെങ്കിൽ എന്നെ അവരിപ്പോൾ ഇസ്രായേലിന്റെ തലക്കടിച്ചിട്ടേ. നിങ്ങൾ ഞാൻ പറയുന്നത് ഒരു കാര്യം പറയുമ്പോൾ അതിനെ മാത്രം കേന്ദ്രീകരിച്ച് അല്ല, നിങ്ങൾ പറയുന്ന തെറ്റായ കാര്യം പറഞ്ഞാൽ പറയണ്ടേ? അല്ല, തെറ്റായ കാര്യം എങ്ങനെ ഞങ്ങൾ പറയാ? ഞാൻ ചോദിക്കുന്നത് അതല്ല, ഇറാന്റെ കയ്യിൽ അനുഭവം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. ഇറാന്റെ കയ്യിൽ ഒരു ശക്തി ഇറാന്റെ കയ്യിൽ ഒരു ശക്തി എന്തായാലും ഇല്ല. ബാലിസ്റ്റിക് മിസൈലായാലും ഇല്ല, ഏത് ആയുധങ്ങളായാലും പ്രശ്നമില്ല. പക്ഷെ ഈ ഒരു ശക്തി നിലയ്ക്കുന്ന കാലത്തോളം അവരെ സംബന്ധിച്ചിടത്തോളം തൊട്ട അയൽപക്ക കാര്യം ഇപ്പം പിന്നെ യമനിലെ ഹൂത്തികൾക്ക് എങ്ങനെയാ അവർ സഹായം കൊടുക്കുന്നത്? അവർക്ക് ഭീഷണിയായിട്ട് തോന്നുന്നത് എന്തായാലും ഇപ്പം എന്താ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ, ഇപ്പം ഗൾഫ് രാജ്യങ്ങൾ ചാടി പോകാതെ അമേരിക്കക്ക് എങ്ങനെയാണ് ഇറാൻ ഭീഷണിയാകുന്നത്? ആ പോയിന്റ് പറയും. അമേരിക്കക്കെതിരായിട്ട് ഭീഷണിയാകുന്നെന്ന് പറഞ്ഞാല് അമേരിക്കയുടെ അവർക്ക് എന്ത് താല്പര്യം ആയിക്കോട്ടെ, ആ താല്പര്യങ്ങളെ പിന്നെ എന്തായാലും പറയാ തകർക്കാൻ വേണ്ടി ഇറാൻ നിൽക്കുമെന്ന് അവർക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അത് തന്നെയാണ് പ്രശ്നം. ശരി, ബഷീറിന് അങ്ങനെ ചിന്തിക്കാം. ഓരോരുത്തർക്കും അവരവരുടേതായ യാതൊരു തെറ്റുമില്ല. പക്ഷേ അമേരിക്ക ഇറാന്റെ പക്കൽ അണുവായുധമുള്ളതായി ലോകത്ത് ഇതുവരെ ഒരു രാജ്യവും പറഞ്ഞിട്ടില്ല. ഇറാന്റെ ബഷീർ ശരി സമ്മതിച്ചു, ഇറാന്റെ പക്കൽ അങ്ങനെ അണുവായുധമുള്ളതായി ലോകത്ത് ഒരു തെളിവുമില്ല. ഇറാന്റെ ആയുധങ്ങളൊന്നും അവിടെ നിന്ന് പറത്തി അമേരിക്കയിലേക്ക് വിട്ട് അമേരിക്കയെ തകർക്കാൻ തക്ക ശേഷി ഇറാന്റെ ആയുധശേഷി ഒന്നും ഉള്ളതായി ഇതുവരെ അതിനും പ്രത്യേകിച്ച് തെളിവുകളൊന്നും വന്നിട്ടില്ല. എന്തായാലും നമുക്ക് ഈ വിഷയത്തിൽ ചർച്ചയിൽ പങ്കെടുത്ത ബഷീർ ഒഴികെയുള്ള മഹാഭൂരിപക്ഷം പേരും സംസാരിച്ചത് ഇത് അമേരിക്കയുടെ ഭാഗത്തു നിന്ന്, ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായത് അതീവ ഗുരുതരമായ യുദ്ധക്കുറ്റമാണ്, അല്ലെങ്കിൽ മാനവരാശിക്ക് നേരെയുള്ള വെല്ലുവിളിയാണ്, ഇയാളുടെ ഭ്രാന്തൻ ചിന്താഗതിയാണ്, അദ്ദേഹത്തിൻ്റെ വ്യവസായ താല്പര്യമാണ്. ഇത്തരം വ്യവസായ താല്പര്യങ്ങളൊക്കെ അവസാനിപ്പിക്കാൻ ലോകരാജ്യങ്ങളെല്ലാം ഒന്നിച്ചു നിൽക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ്. അങ്ങനെയല്ല അമേരിക്കയ്ക്ക് എന്തോ വലിയ ഭീഷണിയാണ് ഇറാൻ എന്ന മട്ടിൽ പറഞ്ഞ ആളുകളുമുണ്ട്. എന്തായാലും അത്തരം ആളുകളും ഈ സമൂഹത്തിലുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം കൂടിയാണ്. എന്തായാലും ഈ വിഷയത്തിൽ ചർച്ച ഇനിയും വരും ദിവസങ്ങളിലും നമുക്ക് തുടരേണ്ട അവസ്ഥ തന്നെയാണ്. അമേരിക്ക ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.